എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അടർക്കളം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അടർക്കളം പാലക്കാട്ടെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പാലക്കാട്ട് 20-ാം തീയതി നടക്കുന്ന വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വാശിയേറിയൊരു പോരാട്ടത്തിൻ്റെ അവസാനമായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് വന്നിരുന്നു. എന്നാൽ ആ പാലക്കാടിനേക്കാളും പാലക്കാട് ഒരുപാട് മാറിയിരിക്കുന്നു. വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്നുവെന്ന് മാത്രമല്ല, അടിയൊഴുക്കുകളും ഒക്കെ വന്നിരിക്കുന്നു. ഇന്ന് സന്ദീപ് വാര്യർ കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയതുമൊക്കെ പാലക്കാട്ടെ പുതിയ വാർത്തയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഏറ്റവും പ്രസക്തമായ ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ വിഷയങ്ങളായിരിക്കും ഇവിടെ ചർച്ച ചെയ്യുക. നമുക്കൊപ്പം എ റഹീമുണ്ട്, അതുപോലെ കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. എ റഹീം എം.പിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. എ റഹീം, ഈ പാലക്കാട് എന്ന് പറയുന്ന ഈ നമ്മുടെ കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ സാഹിത്യത്തിലൊക്കെ പറയുമല്ലോ, ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം? ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും LDFും UDFും തമ്മിലാണ് മത്സരം. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമാണ്, ശ്രീ കെ മുരളീധരൻ്റെ നിരീക്ഷണമാണ്, സർവോപരി ശ്രീ ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായവും ഇത് തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. അല്ല റഹീം, എൻ്റെ ഒരു സംശയം എന്താണെന്നറിയാമോ? അതായത് ഇവിടെ വേറുള്ള ഒരാളാണ് NDAയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. അപ്പോൾ അവർ പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ LDF ഈ മത്സര രംഗത്തില്ല, അവരും UDFും തമ്മിലാണ് മത്സരമെന്ന് അവരുടെ അവകാശവാദം ഓൾറെഡി പാലക്കാട് മണ്ഡലത്തിലുണ്ട്. അപ്പോഴാണ് എ റഹീം MP ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇവിടെ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങിയെന്നും ഇപ്പോഴെവിടെ എത്തിയെന്നും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്തായിരുന്നുവെന്നും ഇപ്പോഴെത്രമാത്രം സമ്പാദ്യമാണെന്നൊക്കെ ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു കാരണവശാലും, അതായത് വളരെ ലളിതമാണ്, ഈ മുനിസിപ്പാലിറ്റി നേരെ ഭരിക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് MLA-ഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ മുമ്പിലെ ചോദ്യം. എവിടെ ഇറങ്ങി നടന്നാലും മുനിസിപ്പാലിറ്റി പോകുന്നുവെങ്കിൽ റോഡിലൂടെ പോകാനാവില്ല, മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ തകർന്നു കിടക്കുകയാണ്, അതിനകത്ത് കയറണമെങ്കിൽ കൈക്കൂലിയും കൊടുക്കണം. വികസനം നടന്നിട്ടില്ല എന്നാണോ പറയുന്നത്? പാലക്കാട് ഒരു വികസനവും നടന്നിട്ടില്ല. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 10 വർഷത്തോളമായി 2 ടേമായി BJP ഭരിക്കുകയാണ്. ഇവിടെ ഒരു വികസനവും നടന്നില്ല. അത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥ എന്താണ്? നിയോജക മണ്ഡലത്തിൽ വളരെ രസകരമാണ്. ഇവിടെ മത്സരിച്ച് ജയിക്കുന്ന UDFിന്റെ സ്ഥാനാർത്ഥിക്ക് MLAക്ക് ഒരു പണിയും എടുക്കേണ്ടതില്ല. എന്താണെന്നറിയാമോ? ഇല്ലേലും സാധാരണ എല്ലായിടത്തും പണിയെടുക്കണമല്ലോ, പണിയെടുത്താൽ ജനം അത് നോക്കിയിട്ടാണല്ലോ ജഡ്ജ് ചെയ്യുക. ഇവിടെ ജനങ്ങളെ അവർ പേടിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം പറയണ്ട, ഒരു വികസനവും നടത്തിയില്ലെങ്കിലും തിരഞ്ഞെടുപ്പാകുമ്പോൾ അയ്യോ BJP ജയിച്ചു പോകും, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് BJP പേടി സെല്ലൗട്ട് ചെയ്ത് വിജയിക്കാം എന്ന ആത്മവിശ്വാസം UDFിനുള്ളത് കൊണ്ട് ഒരു വികസനവും നടത്തുന്നില്ല. ഞാൻ പെട്ടെന്ന് റഹീമിനോട് ചോദിച്ചാൽ, ഏത് രംഗത്തുള്ള വികസനമാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഈ പാലക്കാട്ടെ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്ന് താങ്കൾ സംശയിക്കുന്നു? കേരളത്തിന്റെ പൊതുവായ വികസനത്തിനൊപ്പം ഇവിടെ വളർന്നിട്ടില്ല. കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട പള്ളിക്കൂടങ്ങളാണ്, ഹൈടെക് പള്ളിക്കൂടങ്ങളാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോഡൽസ് ആണ്. ഇപ്പൊ ഇവിടെ ടൗണിലുള്ള പള്ളിക്കൂടങ്ങളുണ്ട്, ആ പള്ളിക്കൂടങ്ങളൊന്നും അങ്ങനെ വളർന്നിട്ടില്ല. അത് മാത്രമല്ല, മോയൻ സ്കൂളിൽ വളരെ മോശപ്പെട്ട, അന്വേഷണം നടത്തിയാൽ MLA തന്നെ അകത്ത് പോകുന്ന വിധമുള്ള വളരെ മോശപ്പെട്ട പ്രവണതയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അതിന് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പേഴ്സണൽ ബ്ലെയിമിങ്ങിലേക്ക് പോകുന്നില്ല. ഒരു വികസനവും നടന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ കേരളത്തിൽ ടൗൺ ഹാൾ ഇല്ലാത്ത ഏക ടൗണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. പാലക്കാട് ടൗൺ ഹാൾ പൊളിച്ചിട്ടൊക്കെയാണ്. ഇൻഡോർ സ്റ്റേഡിയം, ഇവിടെ സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. ആ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വികസനം, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ടില്ല. സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റും ഗ്രോത്തും ടൂറിസമാണ് നമ്മുടെ ഭാവിയിലെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇപ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം സാധ്യതകളുണ്ട്, പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെല്ലാം ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാം. ഒരു തരത്തിലും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, രാത്രികാലത്ത് പാലക്കാട് പട്ടണത്തിൽ ഇറങ്ങി നിന്നാൽ പരസ്പരം കാണണമെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് അടിച്ച് നോക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്ര ഇരുട്ടാണ്. ഞാനൊരു കാര്യം, ഞാൻ റഹീമിലേക്ക് വരാം. ജ്യോതികുമാർ ചാമക്കാല, താങ്കളെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അമരത്ത് പാലക്കാട് പ്രവർത്തന സജീവതയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലമായി UDF ഭരിക്കുകയാണ് പാലക്കാട് മണ്ഡലം. ഷാഫി വടകരയ്ക്ക് ചേക്കേറിയത് കൊണ്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഇവിടെ ആവശ്യം വന്നത്. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ആദ്യം മുതലേ തന്നെ ആളുകൾ പറയുന്നത് കേട്ടു. ജ്യോതികുമാർ, ഈ വികസന കാര്യത്തിൽ പ്രത്യേക ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം, മുനിസിപ്പൽ ടൗൺ ഹാൾ പോലും ഇല്ലാത്ത ഒരു മണ്ഡലമായി വളർച്ചയുടെ കാര്യത്തിൽ മുരടിപ്പ് അനുഭവപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള ബേസിക്കായിട്ട് എ റഹീം ഉയർത്തുന്ന ആരോപണത്തെ താങ്കൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ പറയാൻ കഴിയുക?
അല്ല, അവര് പറയുന്നത് നിങ്ങൾ തമ്മിലാ മത്സരം എന്നാ. ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരുന്നത്. നമ്മൾ 1 by 1 ആയിട്ട് പോയിന്റ് എടുത്തു പോവാം. അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരമെന്നാണ്. അദ്ദേഹം പറഞ്ഞത് UDF-ഉം LDF-ഉം തമ്മിലാണെന്നാണ്. അത് സ്ഥാപിക്കാൻ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് ശ്രീ K മുരളീധരനെയും ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ ശ്രീ നമ്മുടെ ചാണ്ടി ഉമ്മനെയും ഒക്കെയാണ്. അതിൽ പോലും ആത്മവിശ്വാസമല്ല, അതിന് പോലും ഞങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്നിരിക്കെ ഞാൻ അതിന് അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. കാരണം 2011 മുതൽ, താങ്കൾ പറഞ്ഞ ശരിയല്ല, 13 വർഷമായി 14 വർഷത്തോളമായി ഇവിടെ MLA ഷാഫി പറമ്പിലാണ്. അപ്പോൾ 2011 മുതൽ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ട് ഷെയർ നോക്കിയാൽ അതിനു മുമ്പ് 2006 ശ്രീ KK ദിവാരം വിജയിച്ച CPM വിജയിച്ച മത്സരമാണ്. 2011 മുതൽ തുടർച്ചയായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ന്റെ വോട്ട് ഷെയർ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ശ്രീ E ശ്രീധരനെ പോലെ എല്ലാവരും ആദരിക്കുന്ന ഒരു നേതാവ് വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കൊരു 4% ഷെയർ കുറഞ്ഞിട്ടുള്ളത്. എന്നാൽ LDF-നെ സംബന്ധിച്ച് 35% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന 2011 ഉണ്ടായിരുന്നത് പിന്നീട് 30 കുറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ 25 നിൽക്കുകയാണ്. അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും 5% വീതം വോട്ട് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി. ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുക. ഏറ്റവും അവസാനം 2011 അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 2021 വോട്ട് ഷെയർ 25%. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം? അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, ഇവിടെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കട്ടെ. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ ഇവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇവിടുത്തെ അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നതും കോൺഗ്രസും BJP-യും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ റിയലിസ്റ്റിക്കായി സംസാരിക്കണ്ടേ. ഞങ്ങളും UDF-ഉം തമ്മിലാണ് മത്സരമെന്ന് LDF പറയുന്നതിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണ്ടേ. ഇവിടെ മുഖ്യമന്ത്രി 2 ദിവസം വന്ന് സംസാരിച്ചതുകൊണ്ടോ MLA-മാർ ഇവിടെ ക്യാമ്പ് ചെയ്തതുകൊണ്ടോ മാത്രം വോട്ടർമാർ അവർ വോട്ട് ചെയ്യില്ലല്ലോ. നമ്മളൊരു നിയോജകമണ്ഡലത്തിലെ വിലയിരുത്തുമ്പോൾ വസ്തുതാപരമായി വിലയിരുത്തണ്ടേ. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക്സ് ഇവിടെ അവതരിപ്പിച്ചത്? ഇവിടെ സ്റ്റാറ്റിക്സ് അവതരിപ്പിച്ചത് ഈ മണ്ഡലത്തിൻ്റെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. 1970 പോലും ഇവിടെ BJP വലിയ അല്ലെങ്കിൽ അന്നത്തെ ജനസംഘം ഒരുപാട് വോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജയിക്കുന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. ഞങ്ങൾ കാണുന്നത് ഇവിടെ BJP-യും ഞങ്ങൾ തമ്മിലുള്ള മത്സരമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്ന നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളും കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ വികസനത്തെക്കുറിച്ചാണ്. വികസനത്തിന് വളരെ പിന്നോക്കം പോയി എന്നാണ്, ചെറിയ കാര്യമല്ല. അതെ, MLA സംബന്ധിച്ച് പണിയെടുക്കേണ്ട, BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ജയിച്ചോളും എന്ന് ഭീഷണി കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. പണിയെടുക്കാൻ നടക്കാൻ പറ്റുന്ന ജനപ്രതിനിധികൾ ഞാൻ വേണേൽ തൊട്ട് കാണിക്കാം. കാരണം അദ്ദേഹം രാജ്യസഭയിലായോണ്ട് അദ്ദേഹത്തിന് വേറെ നിയമനം നോക്കണ്ട. ഏതായാലും ഇവിടെ 3 തവണ ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വികസനമില്ലാതെയാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തുടർച്ചയായി പറഞ്ഞാൽ അത് ഷാഫിയെ അപമാനിക്കലല്ല, ഈ പാലക്കാട്ടെ വോട്ടർമാരെ അപമാനിക്കലാണ്. പാലക്കാട്ടെ വോട്ടർമാരെ സംബന്ധിച്ച് അവർ ഓരോ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനം, ആദ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും KS-ന്റെ പ്രസിഡന്റാണ്, ചെറുപ്പക്കാരനാണ്, കൊച്ചു പയ്യനാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു, അങ്ങനെ വേണേൽ കണക്കാക്കാം. എന്നാൽ അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഓരോ 5 വർഷവും നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അച്ചടിച്ച് വിതരണം ചെയ്ത് വോട്ടർമാരുടെ സമക്ഷം വന്ന് അവരുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ പിന്തുണയിലാണ് ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ജയിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ അങ്ങനെ ജയിക്കുമ്പോൾ അങ്ങനെയുള്ള വിജയത്തെ ഒന്നും ചെയ്യാതെ ജയിക്കുന്ന വിജയമായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ വോട്ടർമാരെയാണ് അപമാനിക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എൻ്റെ ഒരു ചോദ്യം എന്താണെന്നറിയാമോ, അതായത് അങ്ങനെ ഒരു BJP ഫോബിയ പാലക്കാടിലെ വോട്ടർമാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടോ റഹീം ആക്ഷേപിക്കുന്ന പോലെ? അല്ല, ഒരിക്കലും വർഗീയ ശക്തികൾ ജയിക്കാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ നിലപാടിൽ തന്നെയാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ BJP ഭരിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനോട് യോജിക്കുന്നു. മുനിസിപ്പൽ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് MLA ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടൗൺ ഹാൾ ഇല്ലാതെ പോയി ടൗൺ ഹാളിനെ സംബന്ധിച്ച് MLA ഫണ്ടിൽ നിന്ന് മാത്രമായി അദ്ദേഹം തുക നൽകിയിട്ടുണ്ട്. ഇവിടെ അത് നടപ്പാക്കപ്പെടാതെ പോയത് BJP-യുടെ സ്വാഭാവികമായിട്ട് ലോക്കൽ ബോഡികളാണോ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയവും ഞാൻ പറഞ്ഞ മുനിസിപ്പൽ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ളത് BJP-യുടെ ഭാഗത്തു നിന്നാണ്. ആ വീഴ്ച പോലും UDF-ന്റെ കയ്യിൽ കെട്ടിവെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ സ്ഥാനാർത്ഥികൾ 3 സ്ഥാനാർത്ഥികളുണ്ടോ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ പ്രസ്ഥാനവും ഓരോ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടല്ലോ. UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം നിരവധി സമര പോരാട്ടങ്ങളിലൂടെ എന്നെ പോലെ റഹീമിനെ പോലെ നിരവധി സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്.
ഞാൻ റഹീമിനെ പോലെ എന്ന് പറയുന്നത് എന്നെ കൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അല്ല ഒരു ഔദാര്യം കാണിച്ചെന്ന് മനസ്സിലായി, ദുർവ്യാഖ്യാനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, എതിർഭാഗത്ത് LDF-ന്റെ BJP-യുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എതിർഭാഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? റഹീം DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. എന്ത് ഗതികേടാണ്! സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ പാളയത്തിൽ നിന്ന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാത്രം ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിയ ആളെ, ആ വ്യക്തിയെ ഞാൻ എന്റെ ജ്യോതികുമാറെ നെഞ്ചി കൈവച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എന്നോടൊരു ചോദ്യം അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇന്ന് സന്ദീപ് വാര്യരെ ചാടിച്ച് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനാണ് മറുപടി വേണ്ടത്. ഞാൻ കൃത്യമായ മറുപടി പറയും. സ്വാഭാവികമായും ഇത് രണ്ടും കമ്പയർ ചെയ്യപ്പെടണം. സന്ദീപ് വാര്യരല്ല, സന്ദീപ് വാര്യർ ജി ഇന്ന് മുതൽ. അതെ അതെ അതെ. സഖാവെന്ന് വിളിക്കണോ, ജി എന്ന് വിളിക്കണോ, സുഹൃത്തെ എന്ന് വിളിക്കണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ജ്യോതികുമാർ ചാവക്കാല സന്ദീപ് വാര്യർ തമ്മിൽ എന്താ വിളിച്ചത് അറിയാലോ, ഇപ്പൊ ജി എന്നായിക്കോട്ടെ. പക്ഷെ ബഹുമാനം സഖാവെന്ന് വിളിക്കാൻ കാത്തുനിന്ന AK ബാലൻ, സഖാവെന്ന് വിളിക്കാൻ കാത്തുനിന്ന MB രാജേഷ്, സഖാവെന്ന് വിളിക്കാൻ കാത്തുനിന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ, അവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കമ്പയർ ചെയ്യണം. ഇപ്പൊ ചർച്ച ചെയ്യുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതും സരിൻ CPM-ലേക്ക് പോയതുമാണ്. ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അതിനാണ് അദ്ദേഹം തുടക്കമിട്ടത്. ഞാൻ വരാം. ഈ AK ബാലൻ സഖാവ് ഈ നിലവിൽ അദ്ദേഹം സൂക്ഷിക്കുന്ന നിലപാടുകൾ മാറ്റിയാൽ തനി തങ്കമാണെന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യരെ കുറിച്ച്. അപ്പൊ ഇപ്പൊ അലുമിനിയമായി എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയായി എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ? പറയൂ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും പറയാം. ആദ്യത്തെ കാര്യം ഈ മത്സരം അതിലാണ് തീർപ്പ് വരേണ്ടത്. SKN ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആദ്യത്തെ ലാപ്പിൽ പറഞ്ഞത് മുഴുവനും രമേശ് ചെന്നിത്തലയ്ക്കെതിരാണ്, ചാണ്ടി ഉമ്മനെതിരാണ്, K മുരളീധരനെതിരാണ്. ഞാൻ കരുതിയത് ഇവിടെ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി മാത്രമാണ് K കരുണാകരന്റെ മരിച്ചുപോയ പത്നിയെ ചീത്ത വിളിച്ച് കിടക്കുന്നത് K കരുണാകരനെതിരെന്നാണ്. പക്ഷേ പ്രഖ്യാപിത ഐഗ്രൂപ്പുകാരനായ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചാമക്കാല പോലും K മുരളീധരനെയും രമേശ് ചെന്നിത്തലയെയും തള്ളിപ്പറയാണ്. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ വ്യക്തചുരുക്കം എന്താണ്? വസ്തുതകൾ പഠിക്കുന്ന, ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഏതൊരാൾക്കും അറിയാം UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. ഇദ്ദേഹം പറഞ്ഞാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പച്ച മലയാളം, രമേശ് ചെന്നിത്തല വസ്തുതകൾ പഠിക്കാത്ത ആളാണ്, K മുരളീധരൻ വസ്തുതകൾ പഠിക്കാത്ത ആളാണ്, അതോടൊപ്പം ചാണ്ടി ഉമ്മൻ വസ്തുതകളെക്കുറിച്ചേ അറിയാത്തയാളാണ്. ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? ഇവരെല്ലാവരും ഇവിടെ പണിയെടുക്കുന്നില്ല, മാത്രമല്ല ഇവിടെ പണിയെടുക്കാത്തവരാണ്. ഇവിടെ പണിയെടുക്കാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾക്കേ അറിയാവുള്ളൂ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ശ്രീ VD സതീശൻ ആൻഡ് കമ്പനിക്ക് മാത്രമാണ് ഈ അഭിപ്രായമുള്ളത്. പിന്നെ വേറൊരു കൂട്ടർക്ക് അഭിപ്രായമുള്ളത് SDP-ക്കാണ്. ആകെ പറയുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ VD സതീശൻ, പിന്നെ SDP-യുമാണ് പറയുന്നത് ഇവിടെ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം, അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ശ്രീ ജ്യോതിയോട്. അങ്ങനെ BJP പേടി ഉണ്ടല്ലേ? ഇവിടെ BJP ജയിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? എങ്കിൽ പിന്നെ എന്തിനിവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കി? ഇതാണ് ചോദ്യം. BJP ഇവിടെ ഫൈറ്റിംഗ് കോമ്പറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രയാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിവിടെ മത്സരം ഉണ്ടാക്കി? വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, വടകരയിൽ K മുരളീധരൻ ഉണ്ടായിരുന്നല്ലോ. ഇനി K മുരളീധരൻ അല്ല, ഇവർ പറഞ്ഞു ന്യൂനപക്ഷത്തുള്ള ഒരാൾ വടകരയിൽ പോയി മത്സരിക്കണമെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചു എന്നാണ് ഇവർ ഇൻഡോർ പറയുന്നത്. അങ്ങനെയെങ്കിൽ T സിദ്ദീഖ് അവിടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിദ്ദീഖാണ് വടകരയിൽ പോയി മത്സരിച്ചു വന്നിരിക്കട്ടെ, സിദ്ദീഖ് ജയിച്ചു വന്നിരിക്കട്ടെ, വയനാട് ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കട്ടെ, ചേലക്കര പോലെ തന്നെ വയനാട്ടിലും BJP മത്സര രംഗത്തില്ലല്ലോ. BJP മത്സര രംഗത്തുണ്ട്. BJP-യെ ഭയപ്പെടുത്തുന്ന കണക്കുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കണക്കുകളൊന്നും വടകരയിലേക്ക് ഷാഫിയെ പറഞ്ഞയച്ചപ്പോൾ ഒരു കണ്ടില്ലേ, ഒരു വായിച്ചില്ലേ? എന്താ ഇപ്പൊ മാത്രം വായിക്കുന്നു? അപ്പൊ ആ പറയുന്നൊരു അർത്ഥമില്ല. ഇനി ഇതെല്ലാം പോട്ടെ, വടകരയിൽ നിന്ന് KK ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടാ? അഥവാ KK ശൈലജ ടീച്ചർ ജയിച്ചു പോയി എന്നിരിക്കട്ടെ, ഡൽഹി പോയാലും മോദിക്കെതിരെ SKN സംസാരിക്കുന്നത്, ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ദിവസം ഇവരുടെ MP-മാരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ടൂർ പോയി, ഓർമ്മയുണ്ടല്ലോ, ഒളിച്ചോടി. 24 ഉൾപ്പെടെ വാർത്ത ചെയ്തു. ഞാൻ ഉൾപ്പെടെയാണ് അകത്ത് പോയത്. നാളെയും രാഹുൽ ഗാന്ധിക്ക് ഒരു അപകടം പറ്റിയാൽ ശൈലജ ടീച്ചർ ഞങ്ങളോടൊപ്പം ജയിലിൽ പോകാനുണ്ടാകുമായിരുന്നു. ശരിയല്ലേ? വടകരയിൽ എന്തിനൂടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കി? ഇതാണ് അടുത്തൊരു ഭാഗം. പിന്നെ ഇദ്ദേഹം പറയുന്നു BJP. SK ഞാനൊരു കാര്യം മാത്രം പറയുന്നു. പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ളൊരു ചോദ്യം, 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ പാലക്കാട് ടൗണിൽ UDF-ന്റെ കൊടികൾക്കൊപ്പം
SDPIയുടെ കൊടികൾ കൂടി ഉയർത്തിയുള്ള ഒരു ആഹ്ലാദ നൃത്തം പാലക്കാടും കേരളവും കാണേണ്ടി വരുമോ? ഇതാണ് ചോദ്യം. അല്ലല്ല, അപ്പൊ ഏറെയും UDF വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണോ? അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ ചാമക്കാല ഇല്ല, ഞാൻ അതിലേക്ക് വരാം. അതിൽ പുതുമയില്ല. എന്റെ പോയിന്റ് അതാണ്. കേൾക്കൂ, ഇദ്ദേഹം ഇത് ചോദ്യതാണ്. SDPI കൂടി ഇവരുടെ പ്രഖ്യാപിത സഖ്യകക്ഷിയായി മാറി കഴിഞ്ഞിരിക്കുന്നു. SDPIയെ കൂടക്കുട്ടിയുള്ള ഈ തിരഞ്ഞെടുപ്പ് നീക്കം പാലക്കാടിന്റെ സാമൂഹ്യമായുള്ള അന്തരീക്ഷത്തിലുണ്ടാക്കാൻ പോകുന്ന അപകടത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2, ഇദ്ദേഹം പറഞ്ഞു 3-ാം സ്ഥാനത്താണ് ജ്യോതി. ഞാനും ജ്യോതിയും ഇതിനു മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ജ്യോതി ഇതുപോലെ കുറേ ജ്യോതി കണക്കിൻ്റെ ആളാണ്. പണപ്പെട്ടി കണക്കനാണ്. അറിയോ ജ്യോതി? ഈ പണം എവിടെയുണ്ടോ പണം എണ്ണാൻ, കോൺഗ്രസിനകത്ത് ഇപ്പൊ എണ്ണാൻ അറിയാവുന്ന ഒരേ ഒരാൾ ജ്യോതിയാണ്. പണപ്പെട്ടിയും നോട്ടെണ്ണൽ യന്ത്രവും ജ്യോതിയുമാണ്. ജ്യോതി അല്ല എന്നറിയുമോ? കൃത്യമായിട്ട് ഈ കോൺഗ്രസിനകത്ത് ഒരുമിച്ച് കുറേ പണം വന്നാൽ ഇത് എവിടെ പോകുന്ന ആർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് എണ്ണാൻ കണക്കാക്കി എണ്ണൽ പിള്ളയായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പാവത്തിനെയാണ്. ഞാൻ പറയുന്നത് വെറുതെ അല്ല, കണക്കിന്റെ കാര്യം. നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ ജ്യോതി ഇതുപോലെ കുറേ കണക്കുമായിട്ടെന്ന് വന്നു. വട്ടിയൂർക്കാവായിരുന്നു 2 ടേമായി. 2011 മുതൽ ഇവിടെ 3-ാം സ്ഥാനത്തിന് കണക്കാട് പറഞ്ഞത് ജ്യോതി. 2011 മുതൽ LDF ധൈര്യമായി 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവിൽ. അന്ന് നിങ്ങൾ കണക്ക് പറഞ്ഞു 3-ാം സ്ഥാനത്താണ്, നിങ്ങൾക്ക് ഗതി പിടിക്കില്ലെന്ന്. സാർ, ആ വട്ടിയൂർക്കാവിൽ 3-ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 1-ാം സ്ഥാനത്തെത്തിയെങ്കിൽ ഒരു സംശയവുമില്ല ഈ 23-ന് 3-ൽ നിന്ന് 1-ലേക്ക് എത്തും. പിന്നെ ഒരു കാര്യം, ഈ 3-1 ആരുടെയും കുത്തകയല്ല. ഈ ഇരിക്കുന്ന ജനങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞോട്ടു ചെയ്താൽ 1 3-ലെത്തും, 3 1-ലെത്തും. ജനങ്ങളാണ് ജനാധിപത്യം. ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ലോകമെമ്പാടും ഇരുന്ന് മലയാളികൾ കാണുന്ന ഈ തത്സമയം നിങ്ങൾ കാണുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ്. വളരെ 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അന്ന് ആരാണ് വിജയ ശ്രീലാളിതനായി മാറുന്നതെന്ന് അറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചർച്ച BJPയുടെ പ്രതിനിധി കൂടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അടർക്കളം തുടരുകയാണ്. ഈ തത്സമയ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ്. എനിക്കൊപ്പം ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, എ റഹീം MP ഉണ്ട്. വാശിയേറിയ മത്സരമാണ്. അല്പസമയത്തിനകം NDAയുടെ പ്രതിനിധിയായിട്ട് B ഗോപാലകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല റഹീം ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ജ്യോതികുമാർ, നിങ്ങളൊരു കണക്കനാണ്. ചോദ്യം വേണ്ട, മറുപടി ഉണ്ട് അല്ലേ? ഓക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ തമാശ വേണ്ടി പറഞ്ഞാണ്. തീർച്ചയായിട്ടും തമാശിക്കണം, നമ്മൾ തമാശയല്ലേ പറയേണ്ടത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ കണക്കുകൾ മാത്രമേ ഇവിടെ ശരിയുള്ളൂ, എന്നും കണക്കുകൾ മാത്രമേ ശരിയായിട്ടുമുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണക്കുകൾ വെച്ച് സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ, ഒരു മണ്ഡലത്തെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 2006 വരെ CPMന് സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. എത്രയോ നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. 2011 ഡീലിമിറ്റേഷന് ശേഷം ഞങ്ങളെ സംബന്ധിച്ച ഒരു A ഗ്രേഡ് മണ്ഡലമാണ് പാലക്കാട്. ശ്രീ E ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്നിരിക്കെ ഈ മണ്ഡലത്തിലെ MLA ഞങ്ങളൊരു പാർലമെൻറ്റിലേക്ക് അയച്ചാൽ എന്താണ് തെറ്റ്? ഞങ്ങളുടെ ശക്തിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിലിനെ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ചേലക്കരയിൽ നടന്നത് പാർലമെൻറ്റിലേക്ക് തന്നെയല്ലേ മത്സരം നടന്നത്? അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി അദ്ദേഹം പറയുന്നത് വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് വന്നു. വളരെ തുച്ഛമായ വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്ന 3 മുന്നണികളും അപ്പുറവുമായി നിൽക്കുന്ന ഒരു മണ്ഡലം. അതേ തെരഞ്ഞെടുപ്പിലല്ലേ അരൂരിൽ MLA ആയിരുന്ന ഒരു കനൽത്തരി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും ചെയ്തത്? അതും കൂടെ ചേർത്ത് പറയണ്ടേ? അപ്പോ അത് കണക്കാണ്. 3-ൽ നിന്ന് 1-ലേക്ക് എത്തിയ കഥ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, 3-ൽ നിൽക്കുന്ന ഒരു പാർട്ടി താങ്കൾ ഉരുളണ്ട. ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ അവസരമാണല്ലോ റഹീമേ, എന്റെ അവസരമാണല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയട്ടെ. അപ്പോൾ നിങ്ങൾ വട്ടിയൂർക്കാവിലെ വിജയം കാണുമ്പോൾ അരൂരിലെ തോൽവി കൂടി നിങ്ങൾ കാണണം. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രം ഞങ്ങളുടെ നിങ്ങളുടെ മത്സരം ഇപ്പോൾ അവസാനിപ്പിക്കുന്ന കാലത്തേക്ക് പിന്നെ ഞങ്ങൾ മൂന്നാമതൊരു പ്രതിയോഗിയുടെ മത്സരം നടക്കും. അതെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഞാൻ സ്പീഡ് കൂട്ടാം. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം,
ഞങ്ങൾ പാർലമെന്റിൽ ആരെ മത്സരിപ്പിക്കണം, അസംബ്ലിയിൽ ആരെ മത്സരിപ്പിക്കണം, ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിക്കണം, രാജ്യസഭയിൽ ആരെ മത്സരിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ മുന്നണികൾക്കും ഉണ്ട്. അതിനകത്ത് മറ്റു മുന്നണികളുടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അല്ല, അതാണ് ചോദ്യം ചെയ്തത്. എന്തുകൊണ്ട് പാലക്കാട് ഒരു ഞങ്ങളുടെ സരിൻ മത്സരിക്കണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, നിങ്ങളല്ല. അതെ, റഹീമെ, താങ്കൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു എംപിയുമാണ്. ഞാനൊന്ന് ഒരു സംയമനം കാണിക്കും, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ആരെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതിനകത്ത് അവസരവാദം കൂടെ ഉണ്ടേ. അവസരവാദത്തിന് ഒരു മാർക്കുണ്ടേ. അപ്പോൾ അവസരവാദം എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അദ്ദേഹം പറയുന്നത് പിന്നെ ശൈലജ മത്സരിച്ചാലും പാർലമെന്റിൽ പോയാൽ കോൺഗ്രസ് അനുകൂലമായി കൈ ഉയർത്തില്ലെന്നാണ്. അതിപ്പോൾ റഹീമിനും വിധിയതാണല്ലോ. അവിടെ വന്നിട്ട് കോൺഗ്രസ് അനുകൂലമായി കൈ ഉയർത്തേണ്ട സാഹചര്യമാണല്ലോ റഹീമിനും ഉള്ളത്. ഇവിടെ ഇതൊക്കെ പറഞ്ഞാലും റഹീമിനും അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ അദ്ദേഹം പറയുന്നത് SDPI ബന്ധപ്പെട്ടാണ്. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്തുണ പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ ആശയം മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പോൾ CPM മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു, എല്ലാവരും മത്സരിക്കുന്നു. ഞങ്ങളുടെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മത്സരിക്കുമ്പോൾ ആർക്കും വോട്ട് ചെയ്യാതിരിക്കുക. അതിനപ്പുറത്തേക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വ്യക്തിപരമായി പറഞ്ഞത്, കോൺഗ്രസിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഇടപെടൽ അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? അല്ല, ആയിക്കോട്ടെ. കോൺഗ്രസിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കാറുണ്ട്. അത്തരത്തിൽ എനിക്ക് പല ചുമതല തരാറുണ്ട്. ഞാനത് നിർവഹിക്കാറുണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് പറഞ്ഞു പറയാനില്ലാത്തതുകൊണ്ട് കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോട്ടെണ്ണുന്ന മെഷീനുമായി ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് DYFI ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരാഗ്നി എന്ന് പറയുന്ന ഫണ്ട് കളക്ഷൻ സംസ്ഥാനത്തുടനീളം നടത്തിയപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ പരസ്യമായി ആലുവയിലൊക്കെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഫണ്ട് കളക്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ പോയപ്പോൾ സ്വാഭാവികമാണ് അതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശക്തമായ മത്സരം നടക്കുന്നു. ആ മത്സരം നടക്കുന്നത് 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. 1ാം സ്ഥാനത്തെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നിലപാടോ? ഒരു തർക്കവുമില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതോ, അപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞതോ, അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞതോ, ഇദ്ദേഹം അവർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. കൂടുന്ന ഒരു പാർട്ടി ഈ ലോകത്തുണ്ടാവില്ല. അല്ല, അതിപ്പോ AK ബാലൻ, സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞുകൂടെ പറയണം. ബാലനെതിരെ പറഞ്ഞില്ല. ഞാൻ ഈ ചർച്ചയിൽ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ്. ഇവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി അന്തരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയെ, കെ കരുണാകരന്റെ പ്രിയപ്പെട്ട പത്നിയെ അവരുടെ വളരെ മോശമായി അവരെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു. കരുണാകരന്റെ മകനെ ഇപ്പോൾ ഇദ്ദേഹം തള്ളിപ്പറയുന്നു. കരുണാകരന്റെ മകനെ തള്ളിപ്പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ കരുണാകരന്റെ മകൻ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചാരണം നടത്തിയിട്ടുള്ളത്. ഗോപാലകൃഷ്ണൻ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇന്ന് വലിയൊരു ഷോക്കേറ്റ ദിവസമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറി. മൈക്കോടാണ്, താങ്കൾക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഇവിടെ ചർച്ചയുണ്ടായത്. മാത്രവുമല്ല, ഇവിടെ മത്സരം UDFും BJPയും തമ്മിലാണ് എന്ന രീതിയിലുള്ള ആർഗ്യുമെൻ്റാണ് ജ്യോതികുമാർ ചാക്കാല പറയുന്നത്. അല്ല, റഹീം പറയുന്നു നിങ്ങൾ ചിത്രത്തിലേ ഇല്ല എന്നാ പറയുന്നു. ഇതായിരുന്നു ഇവിടെ നടന്നത്. റഹീമിന് കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. എവിടെയത്? എൻ്റെ വൈഫാണ്. ഓക്കെ. അതൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ. സ്ഥലം കൂടെ പറഞ്ഞു കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് കൂടെ പറഞ്ഞാൽ ആൾക്കാർ കത്തയച്ച് അവിടെ എത്തും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അമൃത കണ്ണാശുപത്രിയിലേക്ക് വന്ന് ചികിത്സ നടത്തിക്കോട്ടെ. കാരണം MP ആയതിനു ശേഷം കണ്ണിന് പ്രശ്നമുണ്ടെന്നു അല്ലേ? കാരണം പാലക്കാട് മത്സരം CPMും കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം അറിയാത്തവർ പോലും വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെ മത്സരം കോൺഗ്രസും CPMും ഒരു ഭാഗത്തും BJP മറുഭാഗത്തുമാണ്. എന്ന് പറഞ്ഞാൽ 1ാം 2ാം 2ഉം 3ഉം സ്ഥാനക്കാർ ഒരു ഭാഗത്തും 1ാം സ്ഥാനക്കാർ ഇപ്പുറത്തുമാണ്. ഇവരെന്തടി വെച്ചാലും ഇവരെന്തൊരുമിച്ചിരുന്നാലും BJPയെ തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. എന്റെ ചോദ്യത്തിലേക്ക് വളരെ വിദഗ്ധമായ നീക്കത്തിലൂടെ നമ്മുടെ ഈ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചടുലമായ നീക്കത്തിലൂടെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലെത്തി നിൽക്കുന്നത്. ജ്യോതികുമാറിന്റെ മുഖത്തൊരു ചിരിയുണ്ട്. താങ്കളുടെ മനസ്സിൽ ഗൂഢമായൊരു ചിരി. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിലേക്ക് സന്ദീപ് ചേക്കേറിയതോടെ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകും എന്ന് ഗോപാലകൃഷ്ണൻ കരുതുന്നുണ്ടോ? വാസ്തവത്തിൽ ഈ ചാമക്കാലം ചിരിച്ചു നിന്നതിനാന്ന് എനിക്കറിയില്ല.
കാരണം അയാളുടെ അച്ഛനും അമ്മയും അച്ഛയും വരെ തെറി പറഞ്ഞ ആളാണ് ചാമക്കാല. ഇനി ചാമക്കാല ഈ സന്ദീപ് വാര്യർ ഇനിയിപ്പോ സന്ദീപ് ഏട്ട എന്ന് വിളിക്കേണ്ടി വരില്ലേ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വലിയ ദുഃഖമുണ്ട്. അത് സാരമില്ല. അപ്പോ എന്തായാലും അല്ല, നിങ്ങൾക്കൊരു ഷോക്കായോ? ഞങ്ങൾക്ക് വാസ്തവത്തിൽ നല്ല കുളിർമയാണുള്ളത്. എന്താ കുളിരാൻ കാരണം? അത് കാരണം ഈ ഒരു കസേരയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് കസേര തീരെ ഇല്ലാത്ത ഒരു കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനാണ് സന്ദീപ് വാര്യർ. അയാളുടെ ഗതി ആലോചിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞു. കെ മുരളീധരൻ പാലക്കാട് വന്നപ്പോൾ ചോദിച്ചു ഈ കാര്യം, സന്ദീപ് വാര്യർ വരുന്നില്ലേ? അപ്പോൾ കെ മുരളീധരൻ എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് തന്നെ ഇവിടെ നിൽക്കാൻ വയ്യ, ഇനി അയാൾ ഇങ്ങോട്ട് വരുന്നേ എന്നാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതന്നെയാണല്ലോ ഞാൻ വേറൊരു ഭാഷയിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് തന്നെ കസേരയില്ല, ഇനിയിപ്പോൾ വേറൊരു കസേര എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാര്യർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനാണ്. മനുഷ്യന് 3 തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ആവേശം കൊണ്ട് വരുന്നവരുണ്ട്, ആവശ്യം കൊണ്ട് വരുന്നവരുണ്ട്, ആദർശം കൊണ്ട് വരുന്നവരുണ്ട്. അതിലെ ആവശ്യം കൊണ്ട് വരുന്നവരും ആവേശം കൊണ്ട് വരുന്നവരും ആദർശം കൊണ്ട് വരുന്നവരും ഉണ്ട്. അതിനകത്ത് ഞാൻ ഈ സന്ദീപ് വാര്യരുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ എന്ന് സമയമുണ്ടല്ലോ, ഞാൻ വൈകി വന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ആദർശം കൊണ്ട് വരുന്നവരാണ് ബഹുഭൂരിപക്ഷം BJPയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കസേര കിട്ടിയില്ലെങ്കിലും, ഞങ്ങൾക്ക് ഇരിപ്പിടം കിട്ടിയില്ലെങ്കിലും, ഞങ്ങൾക്ക് പ്രത്യേക പൊസിഷൻ കിട്ടിയില്ലെങ്കിലും ഞങ്ങളാരും പാർട്ടി വിട്ടു പോവില്ല, ഞങ്ങളാരും പാർട്ടി പ്രവർത്തകരെ ഉപേക്ഷിച്ചു പോകില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ സന്ദീപ് വാര്യരെ കുറിച്ച്. സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അവഗണന ഒരുപാട് അനുഭവിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏതെങ്കിലും BJPയുടെ സമുന്നതനായ ഒരു നേതാവ് ചെല്ലും, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും. ഒരാളും എത്തിയില്ല. അതിന് AK ബാലൻ പറഞ്ഞു നല്ല ക്ലീൻ ചിറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നല്ല സ്വഭാവമുള്ള സൽഗുണ സമ്പന്നനായ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഇവർ കാത്തിരുന്ന എനിക്ക് തോന്നുന്നു, അതെനിക്കറിയില്ല. സന്ദീപ് വാര്യർ വരുന്നത് കൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, പ്രകടമായ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലെത്തുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയ സാധ്യത കൂടുന്നോ? ഞാൻ ആദ്യത്തെ താങ്കളുടെ ചോദ്യത്തിലെ ഒന്നാമത്തെ ഉത്തരം പറയാം. സന്ദീപ് വാര്യരടക്കം ഏത് പ്രവർത്തകനും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ അവഗണനയുണ്ട് എന്ന് തോന്നലുണ്ടായാൽ ആ അവഗണന എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് സംസാരിക്കേണ്ടത് ആ സംഘടന ചുമതലയുള്ളവരുടെ ബാധ്യതയാണ്. സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരെടുത്ത് സംസാരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ നിശ്ചയിച്ചു. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുധീർ, അദ്ദേഹം പോയി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വന്നാൽ പോരാ, അപ്പോൾ വേറെ സംഘടനാപരമായി ബന്ധപ്പെട്ട വേറൊരാൾ പോയി, അയാളും വന്നാൽ പോരാ, നരേന്ദ്രമോദി വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതിനുള്ളതൊന്നും ഇല്ല അയാൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഈ സാധാരണ ഭാഷ പറഞ്ഞാൽ ഞങ്ങളൊരു ചീളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് വിഷയമല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും. ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് ചോദിക്കട്ടെ, സന്ദീപ് വാര്യർക്ക് ഞങ്ങളുടെ സംഘടനയിൽ എന്താ ചുമതല? നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ കൊടുക്കാഞ്ഞല്ലേ? അല്ല, സന്ദീപ് വാര്യർ വന്നിട്ട് കുറെ നാളായല്ലോ, അയാൾ വലിയ ആളാണെങ്കിൽ ചുമതല കൊടുക്കുമല്ലോ. അയാൾക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ചുമതല സംസ്ഥാന സമിതി അംഗമാണ്. ആ സംസ്ഥാന സമിതി അംഗം എന്ന നിലയിൽ ഞാൻ സംസ്ഥാന സമിതി അംഗമല്ലെന്ന്, ഒരു സിംഗിൾ മെമ്പർഷിപ്പുള്ള ഒരാളും ഈ പാർട്ടി വിട്ടു പോകാൻ പാടില്ല, പാർട്ടിയിൽ വിഷമം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ അങ്ങാണല്ലോ 24 നിയന്ത്രിക്കുന്നത്. ആ 24-ൽ നിന്ന് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ അവഗണനയുണ്ട് എന്ന് പറഞ്ഞു പോയാൽ അങ്ങ് എന്താ ചെയ്യുക? അങ്ങ് ചുമതലപ്പെട്ട ഒരാളെ വിടും പോയി സംസാരിക്കാൻ. ശരിയല്ലേ? കാര്യം ചെയ്യും. ശരിയല്ലേ? പിന്തിരിപ്പിക്കാൻ നോക്കും, അതല്ലെങ്കിൽ യോഗ്യരായ ഒരാളെ കൊണ്ടുവരും. അതെ, കറക്റ്റ്. അപ്പോ അങ്ങ് ചെയ്തതുപോലെ അല്ലാണ്ട് ഓടി ഒരു റിപ്പോർട്ടർ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും ഓടി ശ്രീകണ്ഠൻ സാറ് പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ചിരിക്കാൻ പോണില്ലല്ലോ. ആ സ്വാഭാവികമാണ്. ഞാനത് വളരെ ഫ്രാങ്ക് ആയിട്ട് അറിയാമല്ലോ, എനിക്ക് നന്നായി അറിയാം. കേരളവർമ്മ കോളേജ് തൊട്ട് അറിയാം. അപ്പോ അതുകൊണ്ട് ഞാൻ തീർത്തോട്ടെ, അതുകൊണ്ട് ഒരാള് പോലും ഞങ്ങളുടെ സംഘടന വിട്ടു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ ചോദ്യം, സന്ദീപ് വാര്യർ ഈ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറി, കാര്യം ജ്യോതികുമാർ ചാമക്കാരുടെ ഗൂഢമായ ചിരി മനസ്സിലാക്കണം. ഗോപാലകൃഷ്ണൻ അത് ഗുണം ചെയ്യും അവർക്ക്. അതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ഇവരുടെ നേതാവാരാ? രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ പറഞ്ഞ തെറി എത്രയാന്ന് വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം. അത് വല്ലതും പറയില്ലേ? അല്ലല്ല, അതെങ്ങനെയാ? മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച ആളെ കൊണ്ടാണ് ഇപ്പൊ ഇവർ നടക്കണേ.
ചെറുതായിട്ടൊന്ന് വെടിവെച്ച ആളെ ഇവർക്ക് നഷ്ടമാണ്, ഓക്കെ കോൺഗ്രസിന് ഓക്കെ കനത്ത ഓക്കെ നഷ്ടമാണ്. ഞാൻ റഹീമിലേക്ക് വരാം. ഒരു സെക്കൻഡ്. റഹീം, എനിക്ക് തോന്നുന്നത് സന്ദീപ് വാര്യർ വന്നത് ഇവർക്കൊരു ഒരു കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആവേശം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യമേ ഉള്ളൂ ഇനി സംശയം. കോൺഗ്രസിനകത്ത് ആ ഒരു ആവേശവും അതുകൊണ്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ കോൺഗ്രസിനകത്ത് ഉള്ളവരുടെ തന്നെ സീറ്റ് വിഭജനവും സീറ്റിനെയും കുറിച്ച് ആലോചിച്ച് തലപൊകിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ പിന്നെ പുതുതായിട്ട് വന്നൊരുത്തന്, ഈ വന്നൊരാൾക്ക് എന്താണ് ഉടമ്പടി, ഏത് സീറ്റാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ കുറേ പേരുടെ ഉറക്കം കളയുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസിന്. പിന്നെ ഒരു പ്രശ്നം, ഒരു ഗൗരവമുള്ള പ്രശ്നം, ഞാൻ പൊളിറ്റിക്കലിലേക്ക് വരാം. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയാണ്. BJPയോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം എന്താ? BJP എതിർക്കുന്ന എല്ലാവരുടെ അഭിപ്രായം BJP ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ളതാണ്. BJP വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ജനങ്ങളെ വിഭജിക്കുന്നു. കേരളത്തിൽ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. ഈ പാലക്കാട് സമീപത്തൊരു ആന ചെരിഞ്ഞ വിഷയം അദ്ദേഹം എത്ര വളരെ അപകടകരമായിട്ടാണ് ഉപയോഗിച്ചത്. രാഷ്ട്രീയമുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കും. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയോ തിരിച്ച് നരേന്ദ്രമോദിയൊക്കെ വിമർശിക്കും, പിണറായി വിജയൻ വിമർശിക്കാം, ഉമ്മൻചാണ്ടി സാറിനെ വിമർശിക്കാം, രമേശ് ചെന്നിത്തല വിമർശിക്കാം, ഞാൻ ജ്യോതി വിമർശിക്കുന്നു. പക്ഷേ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തും വിധം മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തേണ്ടതാണ്, അതിന് അർഹതപ്പെട്ടതാണ് എന്നയാൾ പ്രസംഗിച്ചു. ഞാനൊരു ചർച്ചയിൽ ഓർമ്മിക്കുകയാണ്, മാതൃഭൂമിയിലെ ഡിസ്കഷനിൽ ഞാനിരിക്കുമ്പോൾ സന്ദീപ് വാര്യർ പറയുകയാണ്, മുമ്പൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ MV ഗോവിന്ദനും ആനത്തലവട്ടമാനന്ദനും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ളവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴതെല്ലാം മാറി റഹീമും മുഹമ്മദ് റിയാസും ഷംസീറുമെല്ലാമാണ് ഇപ്പോൾ CPM-ന്റെ മുഖങ്ങളായി വരുന്നത്. മതാണ് പറയുന്നത്. ഇങ്ങനെ പച്ചയ്ക്ക് TV ഡിസ്കഷൻ മുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ സകല സ്ഥലത്തും മതസ്പർദ്ധ വളർത്തി നടക്കുന്ന ഒരാളെ തൻ്റെ പാർട്ടിയിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? ഇവരിവിടെ ഇടാൻ പോകുന്ന ഒരു സാധനം എന്തായിരുന്നു? SDPA കൂട്ടുപിടിച്ച് BJP ഭയം വളർത്തി ഒരു മുസ്ലിം ഏകീകരണത്തിലൂടെ, ന്യൂനപക്ഷ ഏകീകരണത്തിലൂടെ വിജയിക്കാൻ കഴിയും എന്നതാണ് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിൽ അവരുടെ സ്ലോട്ട്. അപ്പോൾ ഒരു വശത്ത് മുസ്ലിം പ്രീണനം നടത്തുന്നു, മറുവശത്ത് അതേസമയം തന്നെ മുസ്ലിം വിരുദ്ധതയിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളെ അവരുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് വരുന്ന മണിക്കൂറുകളിൽ വിശദീകരിക്കാൻ കോൺഗ്രസ് കുറെ വിയർക്കും. പിന്നെ ഈ വന്നയാള് ഏത് പദവി കൊടുക്കുമെന്നതിനെ സംബന്ധിച്ച് പദവികൾ ആഗ്രഹിക്കുന്ന ഭൈമികാമുകന്മാരുടെ പ്രശ്നം വേറെ. കോൺഗ്രസ് ഇതുപോലെ അടിയിൽ കുളിച്ചു കിടക്കുന്ന കോൺഗ്രസിന്റെ ഒരു അല്പസമയം തരണം, ഞാൻ ബ്രേക്ക് പറയും. അത് കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാലയുടെ മറുപടി ഇക്കാര്യത്തിലുണ്ട്. B. ഗോപാലകൃഷ്ണൻ ചില കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഇടവേളയിലേക്ക് പെട്ടെന്ന് തുടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അടർക്കളം തുടരുകയാണ്. ഈ തത്സമയ പരിപാടി ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ 20-ാം തീയതി പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പാണ്, 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി സംസാരിക്കാനുള്ളത് ജ്യോതികുമാർ ചാമക്കാലയോടാണ്. ഈ ഗോപാലകൃഷ്ണൻ വരുത്തിയ ചില പ്രശ്നങ്ങളുണ്ട്, സന്ദീപ് വാര്യരുടെ ഇഷ്യൂ. നമ്മൾ അതിൽ മാത്രം കുടുങ്ങിക്കിടക്കരുത്. കാരണം ഇവിടെ വികസനം ചർച്ച ചെയ്യണം എന്ന് ഏറ്റവും ആവശ്യം ഉന്നയിച്ചത് CPM ആയിരുന്നു, അല്ലേ? നിങ്ങളെക്കാളും. അല്ല, അത് പറഞ്ഞു തുടങ്ങാം. യെസ്. ഇപ്പൊ സന്ദീപ് വാര്യരെ ഒറ്റ രാത്രി കൊണ്ട് ഗോപാലകൃഷ്ണൻ വെറുക്കപ്പെട്ടവനായി. വലിയ കഷ്ടമായി പോയത്. ചീള് കേസായി പോയി. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ചീളാണെന്ന്. അദ്ദേഹം വെറും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ, പോയിട്ട് എന്താ പ്രശ്നം? അപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ആ പാർട്ടിയിൽ എന്ത് വിലയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു പോയാലും അതൊന്നും ഒരു വിഷയമല്ല BJPയെ സംബന്ധിച്ച്. ഏതായാലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന ഒരു തീരുമാനം ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും അല്ല പ്ലീസ്, ഞാൻ അതിലേക്ക് പോകാൻ തന്നെയായി പറയുന്നത്. ഞാൻ പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ ആശയം. സരിൻ പാർട്ടി വിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സരിൻ പാർട്ടി വിട്ട ഏത് ഘട്ടത്തിലാണെന്ന് പറയണേ? സരിൻ പാർട്ടി വിട്ടത് ഒരു രാത്രി സീറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ സീറ്റ് ഇല്ല എന്ന് അറിഞ്ഞിട്ട് രാത്രിയിൽ ഇറങ്ങുന്നു. മറ്റെന്താണ് സ്റ്റേജിൽ സീറ്റ് കിട്ടാതുണ്ട്. സന്ദീപ് വാര്യരെ ന്യായീകരിക്കുന്നത് താങ്കൾ എന്തിനാ സന്ദീപ് വാര്യരെ എതിർക്കുന്നത്? അവിടെ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ എതിർക്കാൻ. താങ്കൾ എന്തിനാ സന്ദീപ് വാര്യരെ എതിർക്കുന്നത്? സന്ദീപ് വാര്യർ മനുഷ്യനെ മതപരമായി വിഭജിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മുസ്ലിങ്ങളെ സന്ദീപ് വാര്യരെ എതിർക്കുന്നത്
ഇവർ രണ്ടുപേരും ചേർന്നാ സന്ദീപ് വാര്യർ ഇറക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതേന്നെ. ഗോപാലകൃഷ്ണൻ സന്ദീപ് വാര്യർ ഇഷ്ടമല്ലെങ്കിൽ റഹീമിന് ഇഷ്ടമല്ല. അതെങ്ങനെയാണ്? ഇതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതെങ്ങനെയാണ്? ഞാനിവിടെ പറഞ്ഞു വന്നത് എങ്ങനെയാണ് CPM അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞത് പറയണ്ടോ? ഇവർ രണ്ടുപേരും ചേർത്തല്ലേ സൈഡ് എതിർക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഇവർ രണ്ടുപേരും ചേർത്തല്ലേ പറയല്ലേ? ഞാൻ പറഞ്ഞത് ഇവിടെ SDPI എന്ന് കാണിച്ചു ഇവിടെ SDPI നിങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. നിങ്ങളുടെ പോൾ പൊസിഷൻ ഇപ്പൊ 25-ൽ നിന്നും അത് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞാൽ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴും ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം റഹീം ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? റഹീം കൂട്ടുപിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. റഹീം കൂട്ടുപിടിക്കുന്നത് കെ മുരളി തന്നെയാണ്. റഹീമിന് അത്രയും ദാരിദ്ര്യമാണോ റഹീമിന്? ഞാൻ പറഞ്ഞിട്ടെ റഹീമിന് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുക. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, സരിൻ സ്വാഭാവികമായിട്ടും പാർട്ടി വിട്ടു. VS അച്യുതാനന്ദന് ഒരു ദിവസത്തെ ആയുസെങ്കിലും നന്നായി സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സരിൻ CPMന്റെ സ്ഥാനാർത്ഥിയാകില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തൃക്കാക്കരയിൽ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റല്ലേ റഹീം? ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിഞ്ഞോ? സ്വതന്ത്രനെ കണ്ടെത്തിയേണ്ടി വന്നു. പാലക്കാട് DYFയ്ക്ക് ഉശരന്മാരായ ചെറുപ്പക്കാരില്ലേ, അവരെ ഒന്നും കണക്കാക്കുന്നില്ലേ? അതിനേക്കാൾ കേമനാണോ ഒറ്റ രാത്രി കൊണ്ട് മറുകട ചാടി വന്ന സരിൻ? അതിന് ഉത്തരം പറയേണ്ടത് ഒരു മിനിറ്റ് തീരട്ടെ. അതിന് ഉത്തരം പറയേണ്ടത് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അപ്പോ പറയും ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ അവിടെ നിൽക്കണേ. നമുക്ക് ഈ ചർച്ച കഴിഞ്ഞ് കൈ കൊടുക്കാം. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ സ്വന്തം ചിഹ്നത്തിൽ ഒരാളെ നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. അത് തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നില്ല. അതെന്തോ അവർക്ക് ക്ഷാമമാണെന്നാണോ? അങ്ങനെയല്ല. അവരുടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. എനിക്ക് ഈ ചാമക്കാലയുടെ ഈ ഇത് കേൾക്കുമ്പോഴേ ഇന്ത്യ മുഴുവനും കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ മുഴുവനും. കേരളത്തിലെ ആണിക്കല്ല് കരുണാകരന്റെ മകള്, ആന്റണിയുടെ മകൻ, ഇനിയിപ്പോ ആരൊക്കെ വരാൻ പോണെന്നുള്ളത് ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം. അപ്പോ ചാമക്കാലേക്ക് ഒരു സന്ദീപ് വാര്യരെ കിട്ടിയപ്പോ അയ്യോ സന്ദീപ് വാര്യരെ, എന്റെ പൊന്നു ചാമക്കാലെ, നിങ്ങൾ ഈ മുങ്ങുന്ന കപ്പലിലേക്ക് സന്ദീപ് വാര്യർ ഓടിക്കേറിയത് സന്ദീപ് വാര്യർ മുങ്ങും. അത് മുങ്ങാൻ വേണ്ടി പോണതാ. ഇതേ വാദം തന്നെയാണ് റഹീം പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാനല്ലേ പറയണ്ടേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ? താങ്കളുടെ ചോദ്യത്തിന് വേണ്ടി ഞാൻ വഴങ്ങിയതാണ്. അപ്പോ ഇത് തന്നെയാണ് വേറൊരു അർത്ഥത്തിൽ ജ്യോതികുമാർ പറയുന്നത്. അതെ, ഇത് തന്നെയാണ് റഹീം പറഞ്ഞത്. എന്താ റഹീം പറഞ്ഞത്? റഹീം പറഞ്ഞത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്, ഇനി വേറെ കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നേ. വിരുന്ന് വരുന്നവർക്കല്ല സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. ഇവിടെ ജോസഫ് മത്സരിച്ചപ്പോൾ റഹീമൊക്കെ എത്ര ആവേശത്തോടെ ആ മുദ്രാവാക്യം വിളിച്ച്, താങ്കൾ ഓർമ്മയുണ്ടോ ആ വിഷ്വൽസ് ഒക്കെ? ജോറാണേ ജോസഫ് ജോറാണേ. എങ്ങോട്ട് പോയി ആ ജോറൊക്കെ? ഇപ്പൊ പാലക്കാട് നമ്മൾ വീണ്ടും വിളിക്കും. എന്താണ്? ജോറാണേ സരിൻ ജോറാണേ എന്ന്. പക്ഷെ 23-ാം തീയതി വോട്ടെണ്ണുമ്പോ 8 നിലയിൽ പൊട്ടും. പാലക്കാട് CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും യുവാക്കളോട് കാണിക്കുന്ന അവരുടെ അനീതി, അവഗണന, അത് അവഗണന ചേർത്തോളൂ. തൃക്കാക്കരയിലും പാലക്കാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് യുവാക്കൾ കാണുന്നുണ്ട്. ഇലക്ഷനിൽ ഇതൊക്കെ ആദ്യ സംഭവമാണോ ജ്യോതികുമാർ? അല്ല, പാർട്ടി വിട്ടു വരുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതൊക്കെ സ്ഥിരമായി ചെയ്തോണ്ടിരുന്നാലോ? സ്ഥിരമായി പാർട്ടി സ്ഥാനാർത്ഥികൾ വെക്കാതിരുന്നാലോ? സ്ഥിരമായി പാർട്ടി സ്ഥാനാർത്ഥി അങ്ങനെ ഒരു ആരോപണം നിങ്ങളുടെ വീട് വീഴുന്നുണ്ടോ? ഞാൻ സംസാരിക്കട്ടെ. നെയ്യാറ്റിൻകര ബൈ ഇലക്ഷനിൽ ആ നിയമസഭയിലെ MLA ആയിരുന്ന സെൽവരാജിനെ രാജിവെപ്പിച്ച് കൊണ്ടുപോയി രാഖി രാമാനം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച ദിവ്യന്മാരാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ഇദ്ദേഹം വെറുതെ പറയാണ് ജോസഫ് ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറിയ ആളാണോ? അല്ല, അദ്ദേഹം ഒരു വിദഗ്ധനായ ഡോക്ടറായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വിദഗ്ധനായ ഒരാൾ. അദ്ദേഹം മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ അംഗമായ വീണ ജോർജ് ആരായിരുന്നു? ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകയായിരുന്നു. ഞങ്ങൾ സ്വീകരിച്ചു, കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു. തീരുന്നില്ല. ഈ മന്ത്രിസഭയിലുള്ള മോശം മന്ത്രിയുമാണ്. തീരുന്നില്ല. അതൊക്കെ വ്യക്തിപരമായി വരാം. കല്യാണിക്കുട്ടിയമ്മയെ ചീത്ത വിളിച്ചു, പിന്നല്ലേ വീണ ജോർജ്. ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, പ്രശ്നം എന്ന് അറിയാമോ? ഗൗരവ ജനാധിപത്യത്തിൽ മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് ചീത്തവാക്കൊന്നുമല്ല. ഒരു മന്ത്രിയെ വിളിച്ചിട്ടില്ല. ഞങ്ങളാരെയും പരനാറിന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങളാരെയും ബിംബം ചുമക്കുന്ന കഴുതെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
പരനാറിയെന്നും പറയൂ. പരനാറിയെന്നും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇല്ല. കേൾക്കൂ. പിന്നെ അതിനപ്പുറം ഒന്നും പറയണ്ട. അത് കേൾക്കൂ. ആരാ പറഞ്ഞത്? ഞാൻ- സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ. ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ ഇതിലോട്ട് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇതിലേക്ക് തന്നെ വരാം. ഈ പ്രയോഗത്തിലേക്ക് വരുന്നുണ്ട്. എന്റെ ചോദ്യം വീണ ജോർജ് മാത്രമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്നു വി അബ്ദുറഹ്മാൻ രാജിവെച്ചിറങ്ങി നിങ്ങളോട് കലാപം ഉയർത്തി ഞങ്ങളോടൊപ്പം വന്ന് മത്സരിച്ചു, മന്ത്രിയായി. സരിനേക്കാൾ വലിയ നേതാവായിരുന്നു TK ഹംസ, DCC പ്രസിഡന്റ്. അദ്ദേഹം രാജിവെച്ചു. PV അൻവറിനെ മറന്നുപോയി. ഞങ്ങൾ സ്വീകരിച്ചു. PV അൻവറിനെ മറന്നുപോയി. പറയാതെ ഞങ്ങളോടൊപ്പം വന്നു. അദ്ദേഹം മന്ത്രിയായി, MP ആയി, MLA ആയി. ഞങ്ങളുടെ പാർട്ടിക്കാർ വോട്ടിട്ടു, ഒരു കുഴപ്പമില്ല. കാര്യം എന്താ? ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ റഹീമിനോട് ഒരു ചോദ്യമുണ്ട് ഗോപാലകൃഷ്ണൻ ഒരു ചോദ്യം, ചിലപ്പോൾ പിന്നെ വിട്ടുപോയാലോ? ചോദിച്ചോളൂ. നിങ്ങൾ കുറെ നേരെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് എടുത്ത് തർക്കിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഷാഫി ജയിച്ചത് CPM-ന്റെ വോട്ട് കൊണ്ടല്ലേ? ബാലൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ സെക്രട്ടറി, ഇവിടുത്തെ CPM-ന്റെ സെക്രട്ടറി അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ആരോപണമുണ്ടോ? CPM-ന്റെ വോട്ടിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെന്ന് ബാലൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ സെക്രട്ടറി വിശദീകരിക്കണം. ഒരു സെക്കൻഡ് ഗോപാലകൃഷ്ണൻ. റഹീം വലിയ കടുത്ത ആരോപണമാണ്. വോട്ടിലാണ് ഷാഫി ജയിച്ചത്. അത് ബാലൻ പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ ഇവിടുത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൊട്ടേഷൻ അടക്കം ഞാൻ വേണേ എടുത്തു തരാം. ആ പരസ്യമായിട്ട് പറയാം. ഇവർ തമ്മിൽ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഇവർ രണ്ടുപേരും തമ്മിൽ വേഷം കേട്ടാ ഇവര് ഒരു സെക്കൻഡ് ഗോപാലകൃഷ്ണൻ. റഹീം ഒരു മറുപടി പറഞ്ഞോട്ടെ. സമാധാനത്തോടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ആരോപണം അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ. മൈക്കില് ഞാൻ പറയട്ടെ. ബാലൻ പരസ്യമായി പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിച്ചുകൊണ്ട് പറയാൻ പോകുന്നു. ഇല്ല, പറയാൻ പറ്റില്ല. പറയാൻ പോകുന്നു. ഞാൻ പറയുന്ന മുഴുവൻ കേട്ട് നിങ്ങൾ പ്രതികരിക്കുക. കേൾക്ക്. എന്താ പ്രശ്നം? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് 2 മന്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മന്ത്രം? ഒന്ന് BJP പേടി. BJP ജയിക്കും, അതുകൊണ്ട് BJPയെ തീർക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇവരുടേത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതേ ഉള്ളൂ. ഇത്തവണ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയുമോ? കാലുമാറ്റക്കാരനെ വോട്ട് ചെയ്യരുത്. ഇനി അത് പറയാൻ പറ്റില്ല ഇന്ന് മുതൽ. ഏത് സന്ദീപ് വാര്യരെ ഒക്കെ തിരുത്തിട്ട് പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ 2ാമത്തെ മുദ്രാവാക്യം കഴിഞ്ഞു. 1ാമത്തെ മുദ്രാവാക്യം ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങി. അതിലാണ് ഇവരുടെ തുറുപ്പുചീട്ട്. അതിലാണ് കഴിഞ്ഞ തവണ ശ്രീ മെട്രോമാൻ ശ്രീധരൻ സാർ മത്സരിക്കുമ്പോൾ BJPക്കാരുടെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിന് കിട്ടി. BJPക്ക് അതീതമായി ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. അത് വികസനത്തിന്, മെട്രോമാൻ്റെ പ്രൊഫൈലിന് ഒക്കെ കിട്ടി. അത് BJP കിട്ടിയ വർഗീയത കിട്ടിയ വോട്ടല്ല. വോട്ട് കിട്ടി. പറയട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. എന്നിട്ടോ താമരചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് BJP കിട്ടിയ വോട്ടല്ല. അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, വിശദീകരിക്കൂ. പിന്നെ പ്രശ്നം എന്നറിയാമോ? കഴിഞ്ഞ തവണ തുടർച്ചയായി BJP വിജയിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നപ്പോൾ ഉറച്ച ഒരു CPM വോട്ട് മാറിയിട്ടില്ല. ഇനിയും പറയണ്ട. ഉറച്ച ഒരു CPM മാറിയിട്ടില്ല. മനസ്സിലായില്ലേ? ഉറച്ച ഒരു അതായത് റഹീമിനെ പോലെയുള്ള ഉറച്ച ആളുകളുടെ വോട്ടില്ല. ഇടതുപക്ഷക്കാരുടെ വോട്ട്, ഇതേപോലെ ആളുകളുടെ വോട്ട്. എന്താ ചേട്ടാ ഇനിയും പറയണ്ട. എനിക്ക് കേട്ടാ കിട്ടി. സാറിന് മനസ്സിലായില്ലേ? അതാണ് ഒരു മാന്യത. എന്താ പ്രശ്നം? അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP വിജയിക്കാതിരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പുരോഗമന മനോഭാവമുള്ള ഒരു പൊതുവിഭാഗത്തിന്റെ നിലപാടാണ്. അങ്ങ് കേൾക്കണം. അങ്ങ് ഇടയ്ക്കിടപെടരുത്. ഇടയ്ക്കിടപെടരുത്. ഞാൻ അങ്ങയോട് മാന്യത കാണിക്കുകയാണ്. ഇടപെടരുത്. എന്താ പ്രശ്നം? അപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു BJP ഭയം വളർത്തി, വലിയ ഭീതി വളർത്തിയ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മതനിരപേക്ഷ വിശ്വാസികളായ കുറെ പേർ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇവർ വോട്ട് ചെയ്തു. കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ്
ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോയത്. ഇപ്പൊ ഒരു കാര്യം കേട്ടോളൂ, ആ. ഒരു കാര്യം കേട്ടോളൂ. ആ. ഇപ്പോഴീ മണ്ഡലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് വന്ന ഒരു ചില്ലി വോട്ട് ഇത്തവണ BJPക്ക് കിട്ടില്ല. ഇനി തീരുന്നില്ല. കാക്ക മലർന്നു പറഞ്ഞാലും ഇത്തവണ കാക്ക മലർന്നു പറഞ്ഞാലും ഇത്തവണ BJP ജയിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, ഗോപാലകൃഷ്ണൻ ഒരു വോട്ട് പോലും CPM-ന്റെ ഒരു വോട്ട് പോലും കോൺഗ്രസിന് കൊടുക്കരുത്. ഇവര് തന്നെ പിടിക്കണം. ഇവര് പിടിച്ചാൽ മതി. ഇനി ഒരു കാര്യം കേട്ടോളൂ, ഒരു കാര്യം കേട്ടോളൂ. കോൺഗ്രസിന് കൊടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ ഈ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ്? കഴിഞ്ഞ തവണ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ BJPയുടെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിന് കിട്ടി, ഇല്ലേ? BJPയുടെ മുഴുവൻ വോട്ടും കിട്ടി. നിഷ്പക്ഷമതികളായ വികസനം ആഗ്രഹിക്കുന്നവരുടെ വോട്ട് കിട്ടി. പ്ലസ് അദ്ദേഹം പറയുന്നു ഇടതുപക്ഷ മനോഭാവമുള്ള എന്നിട്ട് ജയിച്ചില്ല. എന്നിട്ടും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJPക്ക് മണ്ഡലത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ജയിക്കണമായിരുന്നുവെങ്കിൽ മെട്രോമാൻ ശ്രീധരൻ ജയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് BJP പേടി. ഇവർ സെൽ ഔട്ട് ചെയ്യുന്നതാണ്, ഇവർ വെറുതെ പറയുന്നതാണ്. BJP ജയിക്കാൻ പോകുന്നില്ല. അനുവാദിയോടെ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞോളൂ. BJP ജയിക്കരുത്, BJP ജയിക്കരുത്. BJP ഫോബിയ ഉണ്ടോ പാലക്കാട്? ഇത് കേൾക്കൂ. BJP ജയിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ ഓൾ ഇന്ത്യ മുഴുവനും പ്രചരണം നടത്തി. അവസാനം ഉപ്പ് വെച്ച കലം പോലെ CPM സ്വയം ഇല്ലാതായി. ഉപ്പ് വെച്ച കലം പോലെ CPM ഇല്ലാതായി. ഇന്ത്യയിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു വന്നിരുന്ന CPM ഇന്നൊരു തീരദേശ പാർട്ടി പോലും അല്ലാതെ അപ്പോ BJPയെ തോപ്പിക്കണം. അങ്ങനെ തോപ്പിക്കാൻ നടന്ന് ഇവര് സ്വയം തോറ്റു. കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയ വോട്ട് എത്രയാ? കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ വോട്ട് എത്രയാ? ഈ പാലക്കാടിന്റെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാൽ ഓരോ പ്രാവശ്യവും CPM-ന് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. അത് ഇപ്രാവശ്യവും സംഭവിക്കും. ഇടതും വലതും ചേർന്നാലും ഞാൻ ഈ സംവാദം ആരംഭിക്കുമ്പോൾ ആദ്യം ചോദിച്ചൊരു ചോദ്യം കൊണ്ട് ഒറ്റ മറുപടി. അതായത് ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം പാലക്കാട്? ഇവിടെ BJPയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. അതിനകത്തൊരു സംശയമില്ല. അങ്ങനെ വഴിക്ക് വരണ്ട. ഇന്ത്യ സഖ്യവും തമ്മിൽ വ്യക്തമാക്കണം. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇടതും വലതും ഒന്നാണ്. BJP ഭരണപക്ഷത്തുനിന്ന് പ്രതിപക്ഷത്താണോ എന്ന് ചോദിച്ചാൽ BJP ഒരു ഭാഗത്ത്, ഇടതും വലതും ഒരു ഭാഗത്ത്. അങ്ങനെയാ കഴിഞ്ഞ നിയമസഭ ഇവർ വോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിച്ചത്. ഇപ്രാവശ്യവും അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ BJPക്കെതിരെ ഇടതും വലതും. അതിന്റെ പേരാണ് ഇന്ത്യ സഖ്യം. ഓക്കെ, ഒരു റഹീം, എനിക്കൊരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ വരും. നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ സംവാദത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് നിശ്ചിതമായ ചില ചോദ്യങ്ങൾ നമ്മുടെ ഈ 3 അതിഥികളോടും ചോദിക്കാം. ചോദ്യങ്ങളെല്ലാം ആയുധപ്പുരകളാക്കി മാറ്റിക്കൊള്ളൂ. ഓക്കെ, ഇനിയൊരു നമുക്കൊരു ഇടവേള പോകണം. ഇടവേള ഒരു കുഞ്ഞിടവേളയാണ്. വെൽക്കം ബാക്ക് ടു പാലക്കാട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ തത്സമയ സംവാദം അടർക്കളം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നാണ്. നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ ഇപ്പോൾ തത്സമയം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയോടും അതുപോലെ AR MP-യോടും B ഗോപാലകൃഷ്ണനോടും പ്രിയപ്പെട്ട ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളെ പ്രതികരിച്ച് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ വളരെ സംക്ഷിപ്തമായി ലളിതമായി ചോദിക്കുക. വളരെ നീളം കുറച്ച് ചോദിച്ച് ദൈർഘ്യം കുറച്ച് ചോദിച്ചാൽ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടും. അതുകൊണ്ട് അത് ഉപയോഗിക്കുക. ആദ്യം ഞാൻ വരുന്നത് താങ്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചാൽ നന്നായിരുന്നു. ഞാൻ ഷാജ് മോഹൻ. എൻ്റെ ചോദ്യം UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധിയോടാണ്. ഈ നാടിനെ വർഗീയമായി വിഭജിക്കുന്ന, ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSS, SDPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്.
ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തള്ളി പറയാൻ രണ്ട് ജനാധിപത്യ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് UDFന്റെ പ്രതിനിധിക്കും LDFന്റെ പ്രതിനിധിയും തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. പറയാൻ തോന്നുന്നു. ഞങ്ങൾ വളരെ കാലം മുമ്പേ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, 1000 വട്ടം പറയുന്നു, SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPI നാടിനെ തകർക്കുന്നവരാണ്, നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്, കൂട്ടി നിർത്തുകയല്ല വേണ്ടത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇനി SDPIയെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും, അഭിമാനത്തോടെ ഏറ്റുവാങ്ങും. അങ്ങനെ SDPIയെയും വർഗീയതയും എതിർത്തതിന്റെ പേരിൽ ഞങ്ങൾ ആയുഷ്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇരിക്കും, പ്രതിപക്ഷത്തിരിക്കും. പക്ഷേ ഞങ്ങൾ SDPIയുടെ വോട്ട് വേണ്ട. ഈ നാടിനെ തകർക്കുന്നവരാണ്. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ജ്യോതികുമാർ ചാമക്കാല, ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ നിലപാട് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതില്ല. തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ എന്ന ചോദ്യം DYFI ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഇവിടെ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്നെ പഠിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ എന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതൊക്കെ 8 മടങ്ങി കൈ വെച്ചിരുന്നാൽ മതി. ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ. ചോദ്യം വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വോട്ട് വേണ്ട എന്ന് UDF പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് യെസ് ഓർ നോ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത് വേറെ വലത്തും പോയി പറഞ്ഞാൽ മതി. ഞാൻ എന്ത് പറയണം, അനിയ വിളച്ചിലൊന്നും വേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ, ഞാൻ പറയട്ടെ. മനസ്സിലായില്ലേ? ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. നിങ്ങൾ സരിനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ സരിന്മാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സന്ദീപ് വാര്യർ അല്ലെങ്കിൽ നിങ്ങൾ സരിന്മാരാണ്. നീ ബാക്കി കേട്ടോളൂ. എഴുന്നേറ്റ് ചോദിക്കും. അതെ, സരിന്മാരാണ്, വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷേ മലപ്പുറം മലപ്പുറത്താണെന്ന് പറഞ്ഞ ആളല്ല. മണ്ണാർക്കാട് തിരുവിഴാങ്കുന്നത്ത് കാട്ടാന ചെരിഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങള്. വിവരവും വിദ്യാഭ്യാസവും എഴുത്തും വായനയും ഉള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഒരൊറ്റ കാര്യം കൂടി ഈ കൂട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല. എന്റെ പേര് ശ്രീരാജൻ. ഒറ്റ ചോദ്യം. കോൺഗ്രസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ ചോദ്യം. KPCCയുടെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ പത്രസമ്മേളനത്തിന്റെ ഇടയിൽ ക്യാമറകളുടെ മുമ്പിൽ വെച്ച് ഒരു വാക്ക് വിളിച്ചു. ആ വാക്ക് വിളിച്ചത് ഇവിടെ പറയാൻ പറ്റില്ല. ആ വാക്ക് വിളിച്ചതിനെ കുറിച്ച് ഈ മാധ്യമപ്രവർത്തകർ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ മോശപ്പെട്ട പദപ്രയോഗമാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിൽ താങ്കൾക്ക് പറയാൻ പറ്റുന്ന 2 വാക്കുകൾ ഇവിടെ പറയാമോ? കഴിഞ്ഞല്ലോ. ഞാൻ മറുപടി പറയണ്ടേ? തീർച്ചയായിട്ടും മറുപടി പറയൂ. കേട്ടോളൂ. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ സരിനുമായി ബന്ധപ്പെട്ട്, സരിൻ വിദ്യാസമ്പന്നനാണ്, സൽഗുണ സമ്പന്നനാണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ ഇല്ല. ഈ സരിനല്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തെല്ലാമാ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് എടുത്തു നോക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഈ സരിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളാരും നമ്മുടെ ഒന്നും ഫേസ്ബുക്കിൽ നോക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ വാളിലുണ്ട്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ റഹീമ നിർത്തും, ഞാൻ പറഞ്ഞു തരട്ടെ. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണോ അദ്ദേഹം പിണറായി വിജയനെ അത് ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? അത് ഞാൻ പറയട്ടെ, അസ്വസ്ഥനാകാതിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദ്യം കഴിഞ്ഞാൽ അസ്വസ്ഥനായിട്ടൊന്നും കാര്യമില്ല. ഞാൻ ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞിട്ടേ പോകും. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ SDPIയുടെ കാര്യം പറയോ? അതിലേക്കും വരും. ഞാൻ ഒളിച്ചോടുന്നു. 1 by 1 അല്ലേ ഡിയർ സർ? അങ്ങനെയല്ലേ? ആദ്യം ചോദിച്ചതിന് ആദ്യം ഉത്തരം കിട്ടിയ എളുപ്പമാണല്ലോ. അപ്പൊ ആ ഉത്തരം പറയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണമെന്നുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം. കോട്ട മൈതാനത്ത് എത്ര കാലായി തുടങ്ങിയിട്ട് അറിയോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര ചർച്ചകൾ പറയില്ലവര്. കോട്ട മൈതാനത്ത് താങ്കളുടെ പേരെന്താ? ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്റെ പേര് സുജിത്ത് എന്നാണ്. DYFI പ്രവർത്തകനാണോ? DYFI ഇവിടെ അക്ഷമനാകരുതെന്ന് പറയുമ്പോ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അടുത്ത ഉപചോദ്യമായി എഴുന്നേറ്റാൽ ആരാ അവിടെ അക്ഷമരായത്? അത് കുഴപ്പമില്ല, അതിനെ കുറിച്ച് തർക്കമുണ്ട്. അതിനകത്ത് വ്യാകരണം നോക്കണമല്ലോ. മറുപടി പറയൂ. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ പ്രതിപക്ഷ നേതാവും VD സതീശനും തമ്മിലുള്ള സംസാരമാണ്. അവരുടെ സ്വകാര്യ സംഭാഷണം ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളും പരമാറി എന്ന് പരസ്യമായി വിളിച്ചിട്ടില്ല. ഒരാളും നികൃഷ്ടജീവി എന്ന് പരസ്യമായി വിളിച്ചിട്ടില്ല.
ഒരാളും കുലകുത്തി എന്ന് വിളിച്ചിട്ടില്ല, ഒരാളും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരാളും ഒരാളും ബിംബം ചുമക്കുന്ന കഴുതെന്ന് വിളിച്ചിട്ടില്ല. സാക്ഷാൽ VS പറയട്ടെ അനിയ പറയട്ടെ മറുപടി പറയുമ്പോ തീരട്ടെ. ഗോപാലകൃഷ്ണൻ എന്തോ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഞാൻ റഹീമിലേക്ക് വരാം. ജ്യോതികുമാർ തീർന്നില്ല. റഹീം ഞാൻ വരാം. പറഞ്ഞോളൂ തീർത്തോളൂ. സാക്ഷാൽ VS അച്യുതാനന്ദനെ ബിംബം ചുമക്കുന്ന കഴുത എന്ന് വിളിച്ചിട്ടുള്ളത് DYFIയുടെ നേതാക്കളാണ്. സാക്ഷാൽ ഞാൻ പത്രങ്ങളെല്ലാം അടിച്ചു വന്നിട്ടുണ്ട്. പത്രത്തിൽ അടിച്ചു വന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാ അതിനപ്പുറത്തേക്ക് മറുപടി പറയാനുണ്ടല്ലോ. രണ്ടാമത്തേത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നും പത്രസമ്മേളനം നടത്തി അതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പത്രം വായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചാനൽ കാണുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല. കൈരളി ഉൾപ്പെടെയുള്ളപ്പോ കൈരളി ചാനൽ എന്ന് വെച്ച് നോക്കും. മിനിമം കൈരളികളൊന്ന് കാണും. കൈരളി ചാനലുകളൊന്ന് കാണും. ഗോപാലകൃഷ്ണൻ ഒരു സെക്കൻഡ് മൈ ഡിയർ ഒന്ന് പറയൂ പ്ലീസ്. പത്രം വായിക്കും. ഞങ്ങൾ എല്ലാ നേതാവിന്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. താങ്കൾ പറയൂ, പേര് പറയൂ. എന്റെ പേര് ഷിബി കൃഷ്ണ എന്നാണ്. സാറിന്റെ അടുത്ത് ഞങ്ങൾ നിരവധി തവണയായി ചോദിക്കുകയാണ്, സാറെ പോലെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിന്റെ കയ്യിൽ നിന്ന് ആ വായിൽ നിന്ന് ഒരു മറുപടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് സാർ. പറയൂ സാർ. കേൾക്കൂ ജ്യോതികുമാർ, അവര് താങ്കളുടെ ഒരു മറുപടിക്ക് വേണ്ടി കൊതിക്കുകയാണ്. എന്താ ചെയ്യുക ഈ നാട്ടില്? താങ്കൾ ഇരുന്നോളൂ, താങ്കളുടെ കൊതി ഇപ്പൊ തീരും. മറുപടി ഇപ്പൊ പറയും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, UDFന്റെ പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നു. ആർക്കും വോട്ട് ചെയ്യാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ എന്റെ സുഹൃത്ത് ഇങ്ങനെ കാണുമ്പം DYFIയുടെ സുഹൃത്തുക്കള് അവര് ഒരു ചോദ്യം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം എന്തുകൊണ്ടാണ് അവര് ഈ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും മാത്രം ചോദിച്ചത്? അതിനർത്ഥം BJP, SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ആയിട്ട് BJP ഒരിക്കലും കൂട്ടുകൂടില്ല, അവരുടെ വോട്ട് BJP മേടിക്കില്ല എന്നാ. പക്ഷെ ചോദിക്കാത്തെ ഞങ്ങൾക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഞാൻ അങ്ങോട്ടൊരു ചോദ്യം. മദനി എന്ന് പറയുന്ന ഭീകരനെ ഈ പോസ്റ്ററിൽ അടിച്ചു വെച്ച് വോട്ട് ചോദിച്ച ഈ റഹീമിനോട് മാപ്പ് പറയാൻ പറയോ? നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു തീർക്കട്ടെ. ഒരു ചോദ്യം. മദനിയുടെ ഫോട്ടോ വെച്ച് വോട്ട് ചോദിച്ച CPM, ആ CPM മാപ്പ് പറയണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയതയില്ല. ശരി, ഞാനിത് അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലാന്ന് ഈ റഹീമിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ അംഗീകരിക്കാം. അത് റഹീമാണ് പറയണ്ടേ. അല്ല, ഞാൻ ഇവരോടാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് മറുപടി വേണ്ടേ കോലക്ഷ? ഒരു മറുപടി. മറുപടി പറഞ്ഞോളൂ. മൈക്കോണ. കാശ്മീരില് നിങ്ങൾ വർഗീയവാദികളെന്ന് വിളിച്ച മദനിയുടെ കാര്യം പറയും. അതെ, ചോദ്യം മാറ്റി വെക്ക്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. പണം വാങ്ങിയവരാണ് നിങ്ങൾ.
പിന്നെ നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയണോ? അതാണ് അന്തസ്സ്. ചോദിച്ചതിന് ഉത്തരം പറ. വേണ്ടെന്ന് നിങ്ങളോട് റഹീമിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ചോദിച്ചതിന് ഉത്തരം പറ. ചോദിക്കാതിരിക്കാനുള്ള മദനി, ചോദ്യത്തിന് ഉത്തരം പറ. മദനിയുടെ ഫോട്ടോ. ചോദിച്ചതിന് ഉത്തരം പറ. വർഗീയവാദികളാണ്, അതുകൊണ്ട് ആ ഒരു പ്രത്യേക ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അല്ല ശ്രീത്തെ ഒരു മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കണേ. ശ്രീത്തെ ഒരു മൈക്ക് അദ്ദേഹത്തിന് കൊടുക്കണേ. ഒരു മൈക്ക് കൊടുക്കും. ആ മനുഷ്യൻ കുറച്ച് നേരമായി ബുദ്ധിമുട്ടുക ചോദ്യം ചോദിക്കാൻ. ഓക്കെ, ഒന്ന് കൈയടിച്ചു കൊടുത്തേ, എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ഹലോ മിസ്റ്റർ ശ്രീകണ്ഠൻ സാറ്, പേര് അടർക്കളത്തിലെ 3 സഖാക്കളോ നേതാക്കന്മാരെ 3 സഖാക്കളോ അവർ അടിവെക്കും മിക്കവാറും. സാറിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ 3 പേരുള്ളതില് ഈ അടർക്കളത്തില് CPM-ന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിനെ എന്തുകൊണ്ട് ഇവിടെ വിളിക്കാഞ്ഞ്? ഈ അടർക്കളത്തിൽ ഇത് ഈ നിൽക്കുന്ന നേതാവിന്റെ ആരുടെ നേതാവാ? പുള്ളി കോൺഗ്രസ് എന്റെ ചേട്ടായി കണ്ണട വെച്ച് നോക്കി ചേട്ടായി. ശരി, ആയിക്കോട്ടെ, സമയം പറയാം. അവിടെ അല്ലേ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ചോദ്യം ഒന്ന്, ഇതാ മറന്നുപോയി. കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ്. കേരളത്തിലെ 14 ജില്ലയിൽ അറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി ജില്ലയും കോട്ടയം ജില്ലയും. 2021 പാലം പോയിട്ട് ഇന്ന് വരെ പാലം പണിയാൻ സാധിക്കും. പാലക്കാട്ടെ കാര്യം പറയൂ. ഇവർക്ക് ഈ അടർക്കളം മാത്രം പണം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ ഇവർക്കുള്ളൂ. ഇരുന്നോ. ഇനി എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഒരു തമാശ പറയട്ടെ. ആ ചോദ്യം കേട്ടപ്പോ എനിക്ക് തോന്നിയത് അതെ പറയണ്ട്. ഈ ചോദ്യം കേട്ടപ്പോ എനിക്ക് തോന്നിയത് പണ്ട് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി ജഡ്ജി എടുത്തു പോയി. DYFയുടെ വെബ്സൈറ്റ് ആണെന്ന് പറയുമ്പോൾ ചോദിച്ചു എന്താണ് DYF എന്ന് ചോദിച്ച പോലെയാണ് പുള്ളി ഇപ്പൊ ചോദിക്കുന്നത് ഇതിൽ ആരാ CPM എന്ന്. സാർ, ഇവിടെ എനിക്ക് 3 മുന്നണികളായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ വരാം. റഹീം ഒരു മറുപടി പറഞ്ഞിട്ട്. ചോദിച്ചോളൂ. അതായത് എന്റെ ചോദ്യം 3 മുന്നണി നേതാക്കളോടും ഒരു നേതാവിനോട് ചോദിക്കേ. 3 പേരെ കൂട്ടി പണി കൊടുക്കാതെ 3 മുന്നണികളുടെ നേതാക്കൾ ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ചോദിച്ചോളൂ. അതായത് ഇപ്പൊ വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം. അപ്പോ ഓരോ സാധാരണ വോട്ടറും അവന്റെ ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ 2 ദിവസത്തെ കൂലി വേണ്ടെന്ന് വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന് വന്ന് വോട്ട് ചെയ്ത് ഒരു ജനപ്രതിനിധി, അതായത് അടുത്ത 5 വർഷക്കാലത്തേക്ക് അവന്റെ പ്രശ്നങ്ങൾക്ക് പ്രതിനിധീകരിക്കാൻ ഒരു ജനപ്രതിനിധി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ വോട്ടറും ആ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു വോട്ട് ചെയ്തിട്ട് ജനപ്രതിനിധി. അപ്പോ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലത്തിനെ വിട്ടിട്ട് ഈ ജനപ്രതിനിധി വേറൊരു സ്ഥാനത്തേക്ക് പോകുമ്പോൾ അത് ആ മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമല്ല. മനസ്സിലായി. ചോദ്യം കൂടി ഉണ്ട്. ഒരു ചോദ്യം മതി, ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണ്ടേ? പ്ലീസ് ഒരു ചോദ്യം മതി. എവിടെ പോകുന്നത്? ഇവിടെ തന്നെ കാണണം. പെട്ടെന്ന് ചോദിച്ചിട്ട് വിടാം. അതായത് ഈ മണ്ഡലത്തിന് പുറത്തും ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും ഒക്കെ എന്റെ പ്രായത്തിലുള്ള നിരവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിന് വന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലും കൂടി വോട്ട് ചെയ്യണം? അത് 3 നേതാക്കളും വിശദീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ച് തോന്നുന്നു ഇത് സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമാണ്. നേരത്തെ ഇതിനേക്കാൾ ലിബറൽ ആയിരുന്നു. 5ഉം 6ഉം അസംബ്ലി സെഗ്മെന്റുകളിൽ മത്സരിച്ച കാലഘട്ടമുണ്ട് ദേവിലാലിനെ പോലുള്ളവരൊക്കെ. പിന്നീട് അത് പലപ്പോഴായി ഭരണപരിഷ്കാര കമ്മീഷന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഒരേ സമയം മത്സരിക്കാൻ പോലും കഴിയൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇത്തരത്തിൽ രാജിവെച്ചുകൊണ്ട് അപ്പർ ബോഡിയിലേക്കോ അല്ലെങ്കിൽ അവിടെ വെച്ച് രാജിവെക്കാനോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷമോ ബൈ ഇലക്ഷൻ നടക്കുക എന്നുള്ളത്. അത് ഞങ്ങളാരുടെയും കുറ്റമല്ല, അത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് രാജിവെക്കാനുള്ള പ്രൊവിഷനുണ്ട്, പകരം ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പ്രൊവിഷനുമുണ്ട്. ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്നാണോ ചോദ്യം? ഒരിക്കലുമല്ല. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ ഈ രീതിയിൽ ജയിച്ചു പോകുന്ന ആളുകൾ അതിനുശേഷം അത് രാജിവെച്ച് വേറെ പരിപാടിക്ക് പോകുന്നത് ആ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന് പരസ്യമായി പറയാൻ ആഗ്രഹിക്കാൻ ഞാൻ. അതുകൊണ്ട് ഉത്തരം പറയട്ടെ. അതുകൊണ്ട് ഇവിടെ ഷാഫി രാജിവെച്ച് പോയതും അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച് പോയതും രാധാകൃഷ്ണനെ ഒരു കാരണവുമില്ലാതെ ചേലക്കരയിൽ നിന്ന് രാജിവെപ്പിച്ചതുമെല്ലാം ഹുങ്ക് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഹുങ്ക്
അതാണ്. അപ്പൊ ഏറ്റവും വലിയ അതൊരു ഹുങ്കുള്ളത് കാരണവശാലും പാടില്ല. അപ്പൊ ഏറ്റവും വലിയ അല്ല, ഞാൻ ചോദിക്കണേ. ഏറ്റവും വലിയ എന്താ ഹുങ്കുള്ളത് ചോദിക്കണേ? ഇന്ത്യയുടെ ഇവിടെ പ്രധാനമന്ത്രി പാലക്കാട് നരേന്ദ്രമോദിക്കാണ്. പാലക്കാട് അദ്ദേഹം കോൺഗ്രസ് എത്രയോ ആയില്ലേ? തവണ ഒന്നിലധികം നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചു. മത്സരി- അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. നിയമമുണ്ടാവും. നിഷേധിക്കാൻ നിയമമുണ്ടാവും. കഴിയുമോ? പറയുമ്പോ ന്യായമായിട്ട് അതൊന്നും പറയട്ടെ. നടക്കില്ല. പറയുമ്പോ വസ്തുതാപരമായി സംസാരിക്കട്ടെ. കൊണ്ട് എന്ത് കാര്യം? നരേന്ദ്രമോദി ഇവിടെ ഒന്നിലധികം എന്ത് കോൺഗ്രസിൽ കാര്യം? മത്സരിച്ചിട്ടുണ്ടോ? എന്തിന് അദ്ദേഹം കാര്യം? രാജിവെച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദി താങ്കൾ അല്ലല്ലോ ഷാഫി. നരേന്ദ്രമോദിയല്ലോ ഷാഫി. രാഹുൽ ഗാന്ധി മത്സരിച്ചോ ഞാൻ മാത്രമല്ല ഷാഫിയുടെ താങ്കൾ കാര്യം ഓക്കെ പറഞ്ഞത്. റഹീമിന്റെ മറുപടി ഗോപാലകൃഷ്ണ റഹീമിന്റെ മറുപടി റഹീമിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ജനാധിപത്യത്തിൽ ഇതെന്റെ അഭിപ്രായം. ഒരു സെക്കൻഡ് ജ്യോതി പോലെ അവസാനിപ്പിച്ചോട്ടെ. ജനാധിപത്യത്തിൽ നരേന്ദ്രമോദിക്കും ഷാഫി പറമ്പിലിനും ഗോപാലകൃഷ്ണനും SKനും ഒരേ ഓക്കെ അതെ ഒരു ആവശ്യമില്ലാത്ത ഈ തെരഞ്ഞെടുപ്പാണ്. പ്രേക്ഷകൻ ചോദിച്ച താങ്കളുടെ പേര് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോളൂ. സംസാരിച്ചോട്ടെ. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറുപടി തന്നെയാണ് ശ്രീ ജ്യോതി പറഞ്ഞത്. ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനോട് സപ്ലിമെൻ്റായി വേറൊരു പ്രവണതയെക്കുറിച്ച് പാലക്കാട് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് അദ്ദേഹം ചോദിച്ചത് മത്സരിച്ച് ജയിക്കുന്നവർ വേറെ പോകണമെന്നാണ്. ഈ ചില ആളുകളുണ്ട്, ഞാൻ അതിന് മുമ്പ് ഒരു ഡയലോഗ് പറയാം, സാറിന് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ സത്യരാജൻ്റെ സിനിമയിലെ ഒരു സത്യരാജൻ്റെ ഡയലോഗുണ്ട്. സത്യരാജ് പറഞ്ഞു, ഈ ഇറവ് വന്നാലും ഞാൻ താനേ, കല്യാണം വന്നാലും ഞാൻ താനേ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ താനേ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ താനേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഞാൻ താനേ, മലമ്പുഴയാണേലും ഞാൻ താനേ, പാലക്കാടാണേലും ഞാൻ താനേ, എല്ലാ A ക്ലാസ് മണ്ഡലത്തിലും ഞാൻ താനേ, BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. ഇനി അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് BJPക്കാർ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നമ്മളിപ്പോ നിൽക്കുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ഉൾപ്പെടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്റ്റേഡിയം ഒക്കെ പാലക്കാടിന്റെ വികസന മുരടിപ്പ് തുറന്നു കാട്ടുന്നതാണ്. എന്റെ ചോദ്യം ഇടതുപക്ഷത്തോടാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJPയോടും കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെ MLA ആയിട്ടുള്ള ഷാഫിയോടും അല്ല, ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ, ഇടതുപക്ഷത്തിന്റെ MLA ഇവിടെ അധികാരം ഏറ്റെടുത്താൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാ? എന്ത് കാഴ്ചപ്പാടാണ്? താങ്കളുടെ പേരെന്താണ്? പേര് പറഞ്ഞില്ല. എന്റെ പേര് അഹല്യ. തലപ്പേര് ഒരു പ്രധാന അഹല്യ. ചോദ്യം വളരെ ഡോക്ടർ സരിൻ വിജയിച്ചാൽ സരിന്റെ മുമ്പിലുള്ളത് 1.5 വർഷമാണ്. 1.5 വർഷം കഴിയുമ്പോൾ ഒരു പൊതുതെരഞ്ഞെടുപ്പ് വരും. 1.5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് ഭരണത്തിന്റെ പിൻബലവുമുണ്ട്. ആ ഭരണത്തിന്റെ പിൻബലത്തിൽ 1.5 വർഷം പരമാവധി നന്നായി പെർഫോം ചെയ്താൽ മാത്രമാണ് 1.5 വർഷം കഴിഞ്ഞ് നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ജനങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയുക. ഞങ്ങൾ ഈ നല്ല നാടിനോട് പറയുന്നത് 1.5 വർഷത്തേക്ക് ഒരവസരം തരൂ. ആ 1.5 വർഷത്തിനിടയിൽ ഭരണത്തിന്റെ പിൻബലത്തോടെ ഡോക്ടർ സരിൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കും. ഞങ്ങൾ കേരളത്തിന്റെ പൊതുവളർച്ചയ്ക്കൊപ്പം നടത്തിക്കും. അതിനുശേഷം ഞങ്ങളുടെ പെർഫോമൻസ്, സരിന്റെ പെർഫോമൻസ് 1.5 വർഷത്തിനിടയിൽ മോശമാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ ഉയർന്നില്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ 1.5 വർഷം പോയിട്ട് ഞങ്ങളുടെ നാട്ടില് എന്റെ തൃശ്ശൂരില് വർഷം എത്രയായി? റോട്ടിൽ കൂടെ നടക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ് ഞാൻ മറുപടി പറയട്ടെ. പിന്നെ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഒറ്റക്കൊറ്റക്ക് പറയട്ടെ. ഇനി അവസരം തന്നെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമ്മുടെ പിണറായി വിജയൻ ഭരിക്കല്ലേ? പിണറായി വിജയന്റെ മുഖം കണ്ട ഈ നാട്ടിൽ ഒരാൾ വോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് പാലക്കാട് വരാതിരുന്നത്. എന്തുകൊണ്ട് പാലക്കാട് വന്നില്ല? മുഖ്യമന്ത്രി എന്താ കാരണം? എന്തുകൊണ്ട് പാലക്കാട് വന്നില്ല? മുഖ്യമന്ത്രി പാലക്കാട് വന്നില്ല? എന്തുകൊണ്ട് വന്നില്ല? ആദ്യം പാലക്കാട്ടെ റോഡുകളിൽ കൂടെ നോക്കൂ, പാലക്കാട് നഗരസഭയുടെ റോഡുകളിൽ അതായത് പാലക്കാട്ടെ നഗരസഭയുടെ റോഡുകളിൽ കൂടി മനുഷ്യന് പോയിട്ട് ഒട്ടകത്തിന് പോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരാൾക്കും പോകാൻ പറ്റില്ല. അത് പാലക്കാട് വഴി കുന്തത്തിൽ കൂടി പോകാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പാലക്കാട്ടെ ഏറെ പ്രധാനപ്പെട്ട, ഞാൻ ഒരുപാട് മുഖങ്ങളിലൂടെ കാണുന്നുണ്ട്. പാലക്കാട്ടത്തെ പരിണിതപ്രജ്ഞരായ ഒരുപാട് വ്യാപാരികളും ഒരുപാട് വ്യവസായികളും ഈ സദസ്സിലുണ്ട്.
ഇവിടുത്തെ വ്യാപാരികളോട് നിങ്ങളുടെ മൈക്കെടുത്ത് പോകണം. ഞങ്ങളാരും വേണ്ട. അവരുടെ മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹരിതകർമ്മ സേനയ്ക്ക് അവർ കൊടുക്കേണ്ടി വരുന്നത് വലിയ തുകയാണ്. ഈ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഇതുപോലെ വ്യാപാരികളിൽ നിന്ന് പണം പിരിക്കുന്നില്ല. റോഡുകളുടെ അവസ്ഥ ഇവിടെ പരാമർശിച്ചു. ഞാൻ ഇദ്ദേഹത്തോട് വിനയപൂർവ്വം പറയുന്നൊരു കാര്യം, ഒരു മുനിസിപ്പാലിറ്റി നേരെ ചൊവ്വേ ഭരിക്കാൻ അറിയാത്ത നിങ്ങളെ എന്തിനാണ് ഒരു MLA പണി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അതാണ് എനിക്ക് അറിയാനുള്ളത്. എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇവിടുത്തെ മന്ത്രി ഉണ്ടല്ലോ MP രാജേഷ്, ആ MP രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? ഈ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ഞങ്ങൾ 10 പൈസ കൊടുപ്പിക്കില്ല. മുനിസിപ്പാലിറ്റിയില് ഒരു സ്ഥാപനം ചെയ്യാൻ 10 പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഇവരുടെ MP രാജേഷാ. MP രാജേഷ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ താങ്കൾ ചോദിച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജ്യോതികുമാർ, ഞാൻ വരുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളിലേക്ക് വരാം. ഞാൻ നിങ്ങളിലേക്ക് വരാം. നിങ്ങളിലേക്ക് വരാം. ചോദിച്ചു കഴിഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് പറയൂ ജ്യോതികുമാർ. ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇല്ല, മര്യാദയ്ക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഓക്കെ, സന്തോഷത്തില് ഇവിടെ എന്താ പ്രശ്നം അറിയാം? ഇവിടെ ഇവർ രണ്ടുപേരും ജയിച്ചാൽ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. കോരെ സംസാരിക്കുക. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് നാടോടിക്കാറ്റിലെ ദാസനെ വിജയനെയാണ്. എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം ദാസ എന്ന് പരസ്പരം ചോദിക്കുന്നത്. അന്ന് ഞാൻ ആ ചർച്ച പങ്കെടുത്ത ഇതേ ഡയലോഗ് എന്ന് വട്ടൂർ കവി പറഞ്ഞു. അവിടെ അടിച്ചു അല്ലേ? താങ്കളുടെ പേര് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. നമസ്കാരം, എൻ്റെ പേര് റഹീം ഒലവക്കോട് എന്നാണ്. ഞാൻ പ്രേംദീപ് ജ്വല്ലറിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. 3 നേതൃത്വങ്ങളെയും രാഷ്ട്രീയക്കാരോടും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പാലക്കാടിൻ്റെ ഒരു ചോദ്യം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാലക്കാട് കോവിഡ് കാലഘട്ടത്ത് ഹോസ്പിറ്റൽ, ഏറ്റവും കൂടുതൽ വലിയ ഹോസ്പിറ്റലും ഏറ്റവും കൂടുതൽ പേഷ്യൻ്റ് സാധാരണക്കാർ വരുന്ന ഹോസ്പിറ്റലുമായ പാലക്കാട് ഹോസ്പിറ്റൽ കോവിഡ് മാറ്റുകയും മെഡിക്കൽ കോളേജിൽ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തൃശ്ശൂരിലേക്ക് പോകേണ്ട. അപ്പം ഈ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം പാലക്കാടുള്ള സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും നടക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ടെക്നിക്കൽ എറർ കൊണ്ട് നിയമ സംവിധാനങ്ങൾ തെറ്റിയതുകൊണ്ട് ആ സ്പോർട്സ് സെൻറ്റർ വെറും കോവിഡ് സമയത്ത് അരി സംരക്ഷിക്കുന്ന അവസ്ഥയും ബുക്ക് മേളകൾ നടക്കുന്ന ഒരു സംവിധാനവുമായിരിക്കുകയാണ്. ഇത് പാലക്കാട്ടിലെ ജനതകൾക്കും യുവാക്കൾക്കും ആവശ്യമുള്ളതാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇത് നിങ്ങൾ 3 പേരും ജയിച്ചാലും തോറ്റാലും ഉണ്ടാക്കുന്ന നിലപാട് അറിയാൻ പാലക്കാടൻ ജനതയ്ക്ക് ആഗ്രഹം. നിങ്ങളുടെ ഓരോ ആളിന്റെയും സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തിന് ജയിപ്പിക്കണം എന്ന് കൂടി നിങ്ങൾ പറയണം. അതോടെ നമ്മൾ ഈ സംവാദം അവസാനിപ്പിക്കും. 1.5 വർഷമാണ് ഡോക്ടർ സരിന്റെ മുമ്പിൽ MLA ആയാലുണ്ടാവുക. ആ 1.5 വർഷത്തിനിടയിൽ കേരളത്തിന്റെ പൊതുവികസനത്തിനൊപ്പം അങ്ങേയറ്റത്തെ പെർഫോമൻസ്, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല വിദ്യാഭ്യാസം, അനുഭവ സമ്പത്ത്, ഇതിൻ്റെ വെളിച്ചത്തിൽ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒടുവിൽ ഇദ്ദേഹം ചോദിച്ചല്ലോ, ശ്രീ റഹീം ചോദിച്ച ചോദ്യമുണ്ട്, ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും, ഇതിനെല്ലാം കൃത്യമായൊരു രൂപരേഖ അദ്ദേഹം മാതൃഭൂമി കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചുള്ളൊരു വികസന രൂപരേഖ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഒരു രൂപരേഖയുണ്ട് വികസനത്തെ സംബന്ധിച്ച്. ആ വികസന രൂപരേഖ തന്നെയായിരിക്കും ഞാനും വികസനത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുക എന്ന് പറയുകയുണ്ടായി. അതുപോലെ കൃത്യമായ ധാരണയോടെ ഇപ്പോൾ സൂപ്പർ 7 ഡോക്ടർ സൂപ്പർ 9 എന്ന് പറഞ്ഞിട്ട് 9 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഡോക്ടർ സരിൻ പറയുന്നു. അതോടൊപ്പം വികസന കാര്യങ്ങളും ഇവിടെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ഭരണത്തിന്റെ പിൻബലമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 1.5 വർഷം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നടപ്പിലാക്കാനുള്ള ഊർജ്ജം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നടപ്പിലാക്കാൻ ഞങ്ങൾ തരുന്ന ഉറപ്പ്. ഇവിടെ ഞങ്ങൾക്ക് വലിയ വീരവാദങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 3 തവണയും UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ച മണ്ഡലമാണ്. UDFന്റെ സ്ഥാനാർത്ഥി ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുമായി സംവദിച്ചതിന് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നേരിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം വിജയിച്ചു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ ശ്രീധരനേക്കാൾ വലിയൊരു സ്ഥാനാർത്ഥിയെ ഇനി ആർക്കും കൊണ്ടുവരാനില്ല. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും, റഹീമേ ഒന്ന് നിർത്ത്, ഈ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, UDFനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഞങ്ങളുടെ UDFന്റെ നേട്ടങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഈ പാലക്കാട് വോട്ടർമാരെ വിശ്വാസമാണ്.
അവർ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ മുൻകാലങ്ങളിൽ കാട്ടിയിട്ടുള്ള വികസന നേട്ടങ്ങൾ അത് മുൻപിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കും. അതിനപ്പുറത്തേക്ക് ദേശീയ സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അത് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ 0 മാർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് തർക്കവുമില്ല. ജയിച്ചവര് ഈ പാലക്കാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതേസമയത്ത് ഞങ്ങൾ ജയിച്ചിട്ടില്ല. പക്ഷെ 3800 കോടി രൂപ കഞ്ചിക്കോട് വ്യാപാര കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ 3800 കോടി രൂപയുടെ വികസനമാണ് കേന്ദ്ര ഗവൺമെന്റ് പാലക്കാട് കഞ്ചിക്കോട് വ്യാപാര മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനം നടപ്പിൽ വരും. ഈ പാലക്കാടിന്റെ വികസനം പൂർണ്ണമാകണമെങ്കിൽ നരേന്ദ്രമോദിയോടൊപ്പം ഇവിടെ കൃഷ്ണകുമാർ ജയിക്കണം. ഇല്ലെങ്കിൽ ഇന്ധനത്തെ പോലെ തന്നെ ഇവിടെ ഇതേപോലെ കിടക്കും. അതാണ് ബിജെപിയുടെ ലക്ഷ്യം. അതുകൊണ്ട് ബിജെപി ജയിക്കും. ഗോപാലകൃഷ്ണൻ, 3 പേർക്ക് വേണ്ടി നന്ദി. അടർക്കളം അവസാനിക്കുകയാണ്. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ ചേരുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി.